ഹലോ. മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീഡിയോയിൽ വരട്ടോ. പറ്റുന്ന ആൾക്കാരൊക്കെ വീഡിയോ മോഡിൽ വരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ആരും ഇല്ലേ വീഡിയോയില്? ഫസ്റ്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അല്ലെ, നമ്മള് ഇപ്പം ഈ ലോക ജനസംഖ്യയില് ഏകദേശം 4% ആൾക്കാർ മാത്രമേ അവരെ സെൽഫിന് മാറ്റം വരണം എന്നൊക്കെ വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുള്ളൂ. അതിൽ തന്നെ 1% ആൾക്കാർ മാത്രമേ ഗോളൊക്കെ സെറ്റ് ചെയ്ത് അല്ലെ അവരുടെ വിഷനിലോട്ടൊക്കെ വിഷൻ ഓറിയന്റഡ് ആയിട്ട് ഈ ലോകത്ത് അച്ചീവേഴ്സ് ആയിട്ടുള്ളത് 1% ആൾക്കാർ മാത്രമേ ഉള്ളൂ. അത്തരം ആൾക്കാരാണ് എന്തുള്ളത്, ഹിസ്റ്ററി മേക്കേഴ്സ്. നമ്മൾ അവരെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ അവർ അടിപൊളിയാണ്, അവർക്ക് അത് ചെയ്യാൻ പറ്റും, നമ്മൾ അവരെ നോക്കിയിട്ട് അവർ അത്ര സക്സസിൽ എത്തി എന്നൊക്കെ പറയും. പക്ഷെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്താണ്, ഹിസ്റ്ററി ഫോളോവേഴ്സ് ആണ്. ഈ ഒരു ലീഡേഴ്സിനെ ഫോളോ ചെയ്യാം, ഇവരുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പുസ്തകത്തിൽ പഠിക്കുന്നതായിക്കോട്ടെ, അവരെ നോക്കിയിട്ട് അഡ്മയർ ചെയ്യാം. എന്നാലോ എന്റെ ജീവിതത്തിൽ ഇതൊന്നുമില്ല, എനിക്കിതൊന്നും പറ്റില്ല, ഞാൻ ഇതിനൊന്നും പോരാത്ത ആളാണെന്നുള്ളത് പറയാം. അപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത്, ഈ സമയങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, റീൽസ് കാണാം, മൂവീസ് കാണാം, വെറുതെ ഇരിക്കാം. ഹലോ. ഹലോ, നിങ്ങൾ മൈക്കൊന്ന് മ്യൂട്ട് ചെയ്യട്ടോ. സെഷന്റെ ഇടയിലാവുമ്പോൾ ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചെറിയ സംഖ്യയല്ല. കാരണം നിങ്ങൾ നിങ്ങളെ സെൽഫിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതിന് നിങ്ങൾ നിങ്ങളോട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഓക്കെ, അടിപൊളിയാണ്, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ. നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് അതിന് ഫസ്റ്റ് നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്നത്തെ സെഷൻ മാത്രമല്ല, നമ്മളൊരു മൈൻഡ്ഫുൾ മൈൻഡ് എന്നുള്ള പേരിൽ ഒരു സീരീസ് ആയിട്ട് തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെ. അപ്പോൾ പെയ്ഡ് സെഷനിൽ ജോയിൻ ആവുന്നവരുണ്ടാവും, അല്ലാത്ത ആളുകൾക്കും ഇതിനെ കുറിച്ചിട്ടൊക്കെ അറിയണമല്ലോ, സൊസൈറ്റിക്ക് ഒരു അവയർനെസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ മൈൻഡ്ഫുൾ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് ആർക്കെങ്കിലും അറിയും? അതായത് മൈൻഡ് ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതേപോലെ മൈൻഡ് ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. മൈൻഡ് ഫുൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താണ്, ആകെ ആൻസൈറ്റിയും സ്ട്രെസ്സും എല്ലാം കൂടെ നിറഞ്ഞിട്ട് നമ്മളെ മൈൻഡ് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളിങ്ങനെ എന്താ പറയാ, എന്ത് ചെയ്യണം എന്നറിയില്ല, നാളെനെ കുറിച്ചിട്ടുള്ള പേടി, കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ടുള്ള സങ്കടങ്ങൾ, ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ മൈൻഡ് ഫുള്ളായിട്ട് ഇരിക്കുന്ന അവസ്ഥയാണ് മൈൻഡ് ഫുള്ള് പറയുന്നത്. പക്ഷെ മൈൻഡ്ഫുൾ പറയും, നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് ഒരു എല്ലിന്റെ വ്യത്യാസമേ ഉള്ളൂ. മൈൻഡ് ഫുള്ള് എന്നാവുമ്പോൾ 2 L ഉണ്ടാവും, മൈൻഡ്ഫുൾ ആവുമ്പോൾ 1 L ഉണ്ടാവും. പക്ഷെ ഈ ഒരു ലെറ്ററിന്റെ ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം എന്നുള്ളത് മാത്രമല്ല, ഇതിന്റെ അർത്ഥം നോക്കുമ്പോൾ രാവും പകലുള്ള വ്യത്യാസമുണ്ട്. മൈൻഡ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഇത്ര ഉള്ളൂ. നമ്മുടെ സെഷന്റെ എന്താ, മൈൻഡ്ഫുൾ മൈൻഡ്, അത് എന്താന്നുള്ളത് ആദ്യം നിങ്ങൾ അറിയണമല്ലോ. സിംപിളി ഇത്ര ഉള്ളൂ, നമ്മൾ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഈ ഒരു മൊമെന്റില് ഇന്നത്തെ കാലത്ത് ആളുകൾക്ക് പറ്റാത്ത ഒരു കാര്യം അതാണ്. നമ്മൾ ഒരുപാട് ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടാവും, ഒരുപാട് സക്സസിൽ എത്തുന്നുണ്ടാവും, എല്ലാം നമുക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു നിമിഷത്തിൽ നിൽക്കാൻ പറ്റാത്തത്? ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മിൽ പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ കഴിഞ്ഞ കാലത്തായിരിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും? പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ തന്നെ ഇപ്പൊ ഈ ഒരു സെഷനിൽ കയറുന്നതിന്റെ മുന്നേ ആയിക്കോട്ടെ, ഇന്നലകളിലായിക്കോട്ടെ ഒക്കെ നമ്മൾ എന്റെ ലൈഫിൽ പണ്ട് അങ്ങനെ സംഭവിച്ചു പോയില്ലേ, എനിക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടായില്ലേ, അവരെന്നെ പറ്റി അങ്ങനെ പറഞ്ഞില്ലേ, എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലേ, എന്നാലും അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നില്ല, ഇത് എന്തിനാ എനിക്ക് മാത്രം ഇങ്ങനെ പരീക്ഷണം അല്ലെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിലോ, നാളെ ഇപ്പൊ എന്താവും, എന്റെ മക്കളെ കാര്യം, എന്റെ ജോലിന്റെ കാര്യം, എന്റെ ഫ്യൂച്ചർ എന്താവും, ഇതിങ്ങനെ നാളുകളിലോ ഇന്നലകളിലോ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു മൊമെന്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള നഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, നമുക്കത് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അതിലോട്ട് നോക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാടിൽ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടായാലും നമുക്ക് അതിൽ സന്തോഷിക്കാൻ പറ്റുന്നില്ല. നമ്മൾ സന്തോഷം നമുക്ക് വലിയൊരു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വലിയൊരു നേട്ടം, ഒരു അച്ചീവ്മെന്റ് ഉണ്ടായി, നിങ്ങൾ ഓക്കെ, കുറച്ച് സന്തോഷമായി. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാൽ തുടങ്ങൂലേ, എന്നാലും എന്റെ ഫ്യൂച്ചർ എന്താവും, എന്നാലും എന്റെ പാസ്റ്റ് അങ്ങനെയൊക്കെ ആയില്ലേ, കഴിഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുക, വരാൻ പോണതിനെ കുറിച്ചിട്ട് ഒടുക്കത്തെ ആൻസൈറ്റി. അതായത് സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാല്, ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് കേട്ടാൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ അത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിൾ അല്ല. ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുന്ന ആൾക്കാരെ ലൈഫ് ഭയങ്കര സമാധാനമായിരിക്കും.
ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ബ്രീത്ത്, അവരുടെ ശ്വാസത്തിൽ പോലും അവര് അവെയർ ആയിരിക്കും. അതായത് ഓരോ ശ്വാസം അല്ലെ, നമുക്കൊക്കെ ശ്വാസം ഉണ്ട് എന്ന് തന്നെ പലപ്പോഴും നമ്മൾ അറിയാറില്ല. അപ്പൊ ഈ ഒരു മെഡിറ്റേഷൻ പ്ലേ ചെയ്ത സമയത്ത് നിങ്ങളോട് ബ്രീത്ത് ഇൻ ചെയ്യാൻ പറഞ്ഞു, ബ്രീത്ത് ഔട്ട് ചെയ്യാൻ പറഞ്ഞു, ശ്വാസത്തിൽ അവെയർ ആയിട്ട് കുറച്ചു നേരം ശ്വാസത്തിലോട്ട് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി പറഞ്ഞു. പലപ്പോഴും അങ്ങനത്തെ നിമിഷങ്ങൾ, മൊമെന്റ്സ് നമുക്ക് തരുമ്പോൾ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാം, ശ്വാസം ഒക്കെ ഉണ്ട് എന്ന് തന്നെ അറിയാം, അല്ലെ ശ്വാസത്തിന്റെ തണുപ്പൊക്കെ ഫീൽ ചെയ്യാം. അതെന്തുകൊണ്ടാ? ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഫുൾ ടൈം ഇന്നലകളിലായിരിക്കും ചിന്ത, അല്ലെങ്കിൽ നാളുകളിലായിരിക്കും. ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാൻ പഠിച്ച ആൾക്ക് അയാളുടെ ശ്വാസത്തിൽ പോലും അവെയർ ആയിരിക്കും. ചുറ്റിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലൈഫിൽ എത്ര പ്രശ്നം ഉണ്ടായാലും അത് അയാളെ ബാധിക്കൂല എന്നുള്ളതാണ്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഒരു കടല്, നിങ്ങൾ കടലൊക്കെ കണ്ടതല്ലേ, എല്ലാവർക്കും അറിയാം. കടലിൽ എന്താണ്, കടൽ ശാന്തമായിട്ട് നിന്നാലും തിരമാലകൾ ഉണ്ടാവൂലേ. അതായത് ഒരു തടാകം പോലെ അല്ലെ, തടാകം, തെളിഞ്ഞ തടാകം പോലെ ഒരു നിലക്കും കടൽ നിൽക്കാറില്ല. കടൽ എപ്പോഴും എന്താണ്, ഒരുപാട് തിരമാലകൾ കടലിൽ ഉണ്ടാവും. അങ്ങനെ ഒരു കപ്പൽ വിചാരിക്കുകയാണ്, ഈ തിരമാലകളൊക്കെ അടങ്ങിയിട്ട് ഒരു തിരമാല ഇല്ലാതെ ആയിട്ട് വേണമെങ്കിൽ കപ്പൽ ഓടിക്കാനെന്ന് പറഞ്ഞു നിന്നാല് ഒരു കപ്പൽ ഇതുവരെ കടലിലേക്ക് ഇറക്കിയിട്ടുണ്ടാവില്ല, അല്ലെ. അതേപോലെ തന്നെ നമ്മളെ ലൈഫിലും പ്രശ്നങ്ങളൊന്നും വരരുത്. എന്റെ ഇപ്പോഴുള്ള എല്ലാ പ്രശ്നവും മാറിയിട്ട്, എന്റെ എല്ലാ സങ്കടങ്ങളും, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടുള്ള പേടികളും എല്ലാം മാറിയിട്ട് ഞാൻ സന്തോഷത്തില് സമാധാനമായിട്ട് ജീവിച്ചു തുടങ്ങും എന്ന് വിചാരിച്ച് കാത്തിരിക്കണ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനെ കാത്തിരുന്ന സമയം ഒരുപാട് നീണ്ടു പോയിട്ടുണ്ടാവും. നഷ്ടങ്ങളുടെ കണക്ക് ഡേ ബൈ ഡേ കൂടുന്നുണ്ടാവും. നമ്മൾ പറയും, എനിക്ക് ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത്, എനിക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്തത്, എന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തത്. ആ ഒരു പ്രശ്നത്തിന് നമ്മൾ ഇങ്ങനെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറ്റം പറഞ്ഞിരുന്നാൽ നമുക്ക് അങ്ങനെ ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം ഈ ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റ് അച്ചീവ് ചെയ്തിട്ട്, ഈ ഒരു കടലിലെ തിരമാലകൾ എത്ര ഉണ്ടായാലും, എത്ര കാറ്റും കോളും ഉണ്ടായാലും അതിന്റെ മുകളിൽ കൂടെ കപ്പൽ പോകുമല്ലോ, ഇല്ലേ, കപ്പൽ അതിന്റെ യാത്ര തുടരും. അതുപോലെ നമ്മളെ ലൈഫിൽ എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും നമുക്ക് അതിന്റെ മുകളിലൂടെ യാത്ര ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റണം. അപ്പൊ അങ്ങനെ പറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? മൈൻഡ്ഫുൾ സ്റ്റേറ്റ് നമുക്ക് അച്ചീവ് ചെയ്യണം. ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തണം എന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെ എത്താന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ അതിന് പകരം പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് മുന്നോട്ട് പോവാന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. ലൈഫാണ്, പ്രശ്നങ്ങൾ വരും. ഇനിയിപ്പോ ഞാൻ എന്റെ ജനിച്ചത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ പ്രശ്നങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് ഓക്കെ സമാധാനമായിട്ട് നാളെ മുതൽ തുടങ്ങാൻ വിചാരിച്ചാൽ എന്ത് ചെയ്യും? പുതിയ എന്തെങ്കിലും പ്രശ്നം തുടങ്ങി വരും. ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കില്ല നമ്മൾ വേണ്ടത്. സന്തോഷവും സമാധാനവും ജീവിക്കാൻ, നല്ലൊരു ഹാപ്പിനെസ്സും സക്സസും വിജയമൊക്കെ കിട്ടാൻ പ്രശ്നങ്ങൾ ഒഴിവാക്കല്ല വേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്റെ മനസ്സിൽ അത് കയറാതെ, എന്റെ ജീവിതത്തിന്റെ താളം അത് തെറ്റിക്കാതെ, ഈ ഒരു കടലിന്റെ മുകളിലൂടെ കപ്പൽ എങ്ങനെ ഒഴുകുന്നു അതേപോലെ പ്രശ്നത്തിന്റെ മുകളിലൂടെ ഒഴുകാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. സദ്ഗുരു പറയുന്ന ഒരു കോട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലോട്ട് പ്രശ്നങ്ങൾ വരും, ആ പ്രശ്നങ്ങൾ നിങ്ങൾ ഫിക്സ് ചെയ്യില്ല വേണ്ടത്, ആ വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ പാകത്തിൽ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ വേണ്ടത്. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ ലൈഫിലോട്ട് പ്രശ്നം വരും. ഈ പ്രശ്നങ്ങൾ ഓരോന്നിനായിട്ട് എടുത്തെടുത്ത് ഫിക്സ് ചെയ്താൽ എന്താണ്, വീണ്ടും പ്രശ്നം വരും. അപ്പൊ നമുക്ക് ഇതിനെ ഓരോന്നിനായിട്ട് സർജറി ചെയ്ത് നന്നാക്കാനല്ലേ നേരം ഉണ്ടാവുള്ളൂ. അതിന് പകരം ലൈഫിലോട്ട് പ്രശ്നം വന്നാലും എന്റെ മനസ്സിനെയും എന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഒഴുക്കിനെയും ഒരു രീതിയിലും തടസ്സപ്പെടാതെ എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റണം. അതിന് ഞാൻ എന്ത് ചെയ്യും? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരാനും വേണ്ടി പോകുന്നതും. അതാണ് നമുക്ക് പെർമനന്റ് ആയിട്ട് സ്ഥിരമായിട്ടുള്ള ഒരു ഇതുള്ളൂ. അല്ലെ, വെള്ളപ്പൊക്കം വരാതെ നിൽക്കുക, അല്ലെ, അത് നമുക്ക് പറ്റൂല. നമ്മൾ എന്താ ചെയ്യാ, വെള്ളപ്പൊക്കം വന്നാലും വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങിയാലും നീന്തൽ പഠിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള സേഫ് ഗാർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെക്കുക ചെയ്യുക. അല്ലാതെ അത് നടക്കരുത് എന്ന് നമുക്ക്, അതുപോലെ പ്രശ്നങ്ങൾ ലൈഫിൽ വരരുത് എന്ന് ആർക്കും വാശി പിടിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്റെ ലൈഫിലോ എന്റെ മനസ്സിലോട്ട് ഇത് കയറാതെ, ജീവിതത്തിന്റെ മുന്നോട്ടുള്ള ഒഴുക്കിന് ഇത് തടസ്സപ്പെടാതെ എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കൽ എങ്ങനെയാണ്? മൈൻഡ്ഫുൾ സ്റ്റേറ്റ്, അതായത് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിച്ചാൽ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. ജസ്റ്റ് ഒരു സ്റ്റോറി ഇവിടെ ഷെയർ ചെയ്യാം. അതായത് ഒരു ഗുരുവിന്റെ അടുത്ത് ഒരു ശിഷ്യ വന്നിട്ട് പറഞ്ഞു, ഗുരു, എനിക്ക് ലൈഫിൽ ഫുള്ള് പ്രശ്നങ്ങളാണ്, എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതായത് ഉത്തരം കിട്ടാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ കുന്നുകൂടിയിട്ട് കിടക്കുകയാണ്, ഞാൻ എന്താ ചെയ്യാ ഇനി? അപ്പൊ ഗുരു പറഞ്ഞു, മോനെ, നീ ഒരേ അളവില് രണ്ട് പാത്രത്തില് ഉപ്പെടുത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഒരേ അളവാവണം, അളവൊന്നും ഏറെ കുറവൊന്നും ഉണ്ടാവാൻ പാടില്ല. ഉപ്പെടുത്ത് കൊണ്ടുപോവാ പറഞ്ഞു. അങ്ങനെ ഇവര് ഉപ്പെടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ ശിഷ്യനെയും കൂട്ടിയിട്ട് ഗുരു ഒന്നും പറയാതെ എന്ത് ചെയ്ത്, പ്രത്യേകിച്ച് അതിനുള്ള ഉത്തരവൊന്നും കൊടുത്തില്ല. ഇവിടെ ഫുള്ള് പ്രവൃത്തിയാണ്, പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്ത് ഒരു പുഴക്കരയ്ക്ക് പോയി. എന്നിട്ട് ആ പുഴന്റെ കരയിലെത്തിയപ്പോ ഒരു ചെറിയൊരു മൺപാത്രം ഗുരുവിന്റെ കയ്യിലുണ്ട്.
അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു പൊതിയിലുള്ള ഉപ്പ് അതിൽ കലക്കി. എന്നിട്ട് എന്ത് ചെയ്തു? ശിഷ്യനോട് അത് കുടിക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. അപ്പൊ എന്താണ്, ചെറിയ പാത്രത്തിൽ ഉപ്പ് കലക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഭയങ്കരമായിട്ട് കയ്പുണ്ടാവും. അതുകൊണ്ട് ഇവനക്ക് ഒരു തുള്ളി പോലും കുടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഗുരു പറഞ്ഞു ഓക്കെ. എന്നിട്ട് മറ്റേ പൊതിയിലുള്ള അതേ അളവിലുള്ള ഉപ്പുണ്ടല്ലോ അതെടുത്തിട്ട് പുഴയിൽ ഒഴിക്കാൻ വേണ്ടി, പുഴയിൽ കലക്കാൻ വേണ്ടിട്ട് പറഞ്ഞു. എന്നിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചപ്പോഴോ ഒരു പ്രശ്നമില്ല. ആ ഉപ്പിന്റെ ഒരു ചവർപ്പോ കയ്പോ ഒന്നും അറിയണില്ല, ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം ഈ കാര്യത്തിൽ നിന്ന് ഗുരു പറയുന്നുണ്ട്, രണ്ട് പൊതിയിലുള്ള ഉപ്പും ഒരേ അളവാണ്. പക്ഷെ എന്താ മാറ്റം ഉണ്ടായത്? അത് ഏത് പാത്രത്തിലാണ് ഒഴിച്ചത്, അതാണ് മാറ്റം ഉണ്ടായത്. അതേപോലെ പ്രശ്നങ്ങള് ഇപ്പൊ രണ്ടാൾക്കാരെ നമ്മളെടുക്കാം, എ ബി രണ്ടാൾക്കാരെ എടുക്കാം. ഈ എക്കും ബിക്കും ഒരേ ലെവല് പ്രശ്നമാണ്. അതുകൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ എ എന്ന് പറഞ്ഞ വ്യക്തിന്റെ മനസ്സ് ആ നേരത്തെ പറഞ്ഞ ചെറിയ പാത്രം പോലെ ചുരുങ്ങി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മനസ്സിലോട്ട് ആ ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും അയാളെ ലൈഫിന് അത് കംപ്ലീറ്റ്ലി താളം തെറ്റിക്കും. അയാളെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ജോബ് ആയിക്കോട്ടെ, എല്ലാത്തിനും അത് താളം തെറ്റിക്കും. പക്ഷെ ബി എന്ന് പറഞ്ഞ വ്യക്തിയോ, അയാൾ ഈ മൈൻഡ്ഫുൾ സ്റ്റേറ്റ് ഒക്കെ അറിയാം, അയാൾ പ്രശ്നങ്ങളൊക്കെ വന്നാലും അതിന്റെ മുകളിലൂടെ ജീവിക്കാൻ പഠിച്ചവനാണ്, അല്ലെങ്കിൽ മനസ്സ് ഒരുപാട് വിശാലമാക്കി വെച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ ലൈഫിലോട്ട് അതേ അളവിൽ പ്രശ്നം വന്നാലും അയാൾക്ക് അതൊരു പ്രശ്നമേ ആവൂല. പ്രശ്നം സെയിം ബുദ്ധിമുട്ടായാലും അയാളെ ജീവിതത്തിനെ തകർക്കുന്ന രീതിയിൽ അതാവില്ല. അപ്പൊ ഇവിടെ മാറ്റം എന്താണ്? ആ ചെറിയ പാത്രം പുഴയിലെ വെള്ളം പറഞ്ഞ പോലെ നമ്മളെ മനസ്സ് ചുരുങ്ങിയതാണോ നമ്മളെ മനസ്സ് വലുതാണോ എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, പ്രശ്നങ്ങൾ വരരുത്, അതിനെ തടയിടുക ഒരിക്കലും സാധ്യമല്ല മനുഷ്യന്മാർക്ക്. നമുക്ക് രണ്ട് ഓപ്ഷനാണ് ഉള്ളത്. ഒന്നെങ്കിൽ ഇങ്ങനെ പരാതി പറഞ്ഞ് ഇങ്ങനെ ബെഗറ പോലെ, യാചകനെ പോലെ, എനിക്ക് പ്രശ്നമാണ്, പരാതിയാണ്, എനിക്ക് ലൈഫിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും പരാതി പറഞ്ഞ് അങ്ങനെ ജീവിക്കുക. അല്ലാന്നുണ്ടെങ്കിലോ ഒരു രാജാവിനെ പോലെ നമ്മളെ മനസ്സ് വിശാലമായിട്ട് പ്രശ്നങ്ങളൊന്നും വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങളിൽ മുങ്ങാതെ ജീവിച്ചു പോകാനും വേണ്ടിയിട്ട് പറ്റും. ചില ആളുകൾക്കെങ്കിലും ഞാനിപ്പോ പറയണ കേട്ടപ്പോ തോന്നിയിട്ടുണ്ടാവും, അതൊക്കെ എങ്ങനെ സാധ്യമാവാം? പ്രശ്നങ്ങൾ വന്നാലും ഒരു മനുഷ്യന്റെ ലൈഫിനെ അത് ബാധിക്കൂലേ? അയാൾക്ക് എങ്ങനെ അത് ബാധിക്കാതെ കടലിന്റെ മുകളിലൂടെ കപ്പൽ പോവാന്നൊക്കെ മെറ്റഫർ ആയിട്ട് പറയല്ലേ, അങ്ങനെ പറ്റുമോ എന്നൊക്കെ ചില ആളുകൾക്കെങ്കിലും ഡൗട്ട് തോന്നും. പക്ഷെ അങ്ങനെ സാധ്യമായിട്ടുള്ള കുറച്ച് ആളുകൾ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് അവരെ കൊണ്ട് സംസാരിപ്പിക്കാം അവർക്ക് എങ്ങനെ അതുകൊണ്ട് സാധ്യമായി എന്നുള്ളത്. അപ്പം ഈ ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റിൽ നിങ്ങളെ മനസ്സിനെ നിങ്ങൾ വിശാലമാക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടെങ്കിൽ ഈ പുഴയിൽ വെള്ളം ഒഴുകുന്ന പോലെ ഉള്ള ഒരു മനസ്സ് ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്ര പ്രശ്നം വന്നാലും നിങ്ങളെ ലൈഫിനെ അത് ബാധിക്കില്ല. നേരെ മറിച്ചിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിങ്ങനെ ഇടുങ്ങിയിട്ട് കൂടുതൽ അറിവൊന്നും നേടാതെ, ഇതൊക്കെ എനിക്കറിയാം, എന്നെ പഠിപ്പിക്കാനൊന്നും ആരും വേണ്ട അല്ലെ, ചില ആൾക്കാരെ മൈൻഡ് സെറ്റ് അങ്ങനെ ഉണ്ട്. ഇതൊക്കെ ഞാൻ കുറെ കേട്ടതാണ്. ഞാൻ കുറെ മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ കുറെ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നായിട്ട് എനിക്ക് മാറ്റം വന്നില്ലല്ലോ, ഇങ്ങനത്തെ മാറ്റം വരാനുമില്ല. ഇത് എന്റെ വിധിയാണ്, എന്റെ വിധി ഇങ്ങനാണല്ലേ. നമ്മളൊക്കെ പല ആൾക്കാരുള്ള സംഭവമാണ്, ലൈഫിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ഇത് എന്റെ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടും. അതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല. എന്നിട്ട് കുറേ കാലം ചില ആളുകൾ മരിക്കുവോളം സങ്കടപ്പെട്ടിരിക്കും, ഇതെന്റെ വിധിയാണ്, എനിക്ക് ഇനി ഒന്നും നടക്കൂല. അവര് ഫുൾ സ്റ്റോപ്പ് ഇടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദൈവം തമ്പുരാൻ വന്നിട്ട് നമ്മളോട് എപ്പോഴെങ്കിലും പറയാറുണ്ടോ, ചില ഇൻസിഡന്റ് ഒക്കെ ലൈഫിൽ നടന്നു കഴിഞ്ഞാൽ ഇത് നിന്റെ വിധിയാണ്, ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നിനക്ക് ഇനി പറ്റൂല കേട്ടോ എന്ന് നമ്മളോട് എപ്പോഴെങ്കിലും പറയാറുണ്ടോ? നമ്മളോട് പറയാറില്ല. പക്ഷെ നമ്മൾ തന്നെ അങ്ങോട്ട് വിധിക്കും. നമ്മൾ വലിയ വിധിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ ഇതെന്റെ വിദ്യ, ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും നടക്കൂല എന്നിട്ട് ചോദിക്കുന്ന ആൾക്കാരോടും പറയുന്നവരോടൊക്കെ പറയുന്നുണ്ട്, പറയാനാ ലൈഫിൽ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, അങ്ങനെയൊക്കെ വിധിയായില്ലേ, നമ്മൾ ഇതൊക്കെ അനുഭവിക്കല്ലേ. അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ലോകത്ത് പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് ലൈഫിൽ എന്നും പ്രശ്നങ്ങളാണ്. നമ്മൾ തന്നെ പറയാറില്ലേ, പൈസക്കാർ എന്നും പൈസക്കാര്, പാവപ്പെട്ടവര് എന്നും പാവപ്പെട്ടവര്. ഒന്നാലോചിക്ക്, എന്താണ് ഇവിടെ ഉള്ള ഡിഫറൻസ്? പൈസക്കാർ എപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു നല്ല ലൈഫ് ജീവിക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളിൽ എന്നും ലൈഫിൽ അവരുടെ മനസ്സ് എപ്പോഴും വിശാലമായിരിക്കും. ലൈഫിൽ ഉള്ള അനുഗ്രഹങ്ങളിലോട്ട് ഫോക്കസ് ചെയ്തിട്ട് അതിന് ഇങ്ങനെ നന്ദി പറയുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ എന്നും പ്രശ്നങ്ങളും പരാതികളും പരിഭവങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അതിൽ നിന്നൊരു മുക്തി കിട്ടാത്ത ആൾക്കാരാണെങ്കിലോ അവർക്ക് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനെ ഇങ്ങനെ ഡേ ബൈ ഡേ പരാതിയും പരിഭവവും സങ്കടവും പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ലൈഫിന്റെ ഒരു തിയറി ഞാൻ പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളത് എഴുതി വെച്ചോളി, എല്ലായിടത്തും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ ലൈഫില് പരാതി പറയും തോറും പരാതി പറയാനുള്ള അവസരങ്ങളും അനുഭവങ്ങളും കൂടിക്കൊണ്ടിരിക്കും. നന്ദി പറയും തോറും നന്ദി പറയാനുള്ള അനുഭവങ്ങളും അവസരങ്ങളും കൂടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇന്നലകളിലോട്ടൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞിരിക്കുകയാണെങ്കിൽ പരാതി പറയാനുള്ള ഒരുപാട് കാരണങ്ങളെ ചുറ്റിൽ വരുള്ളൂ. എന്നാലോ ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് അതിൽ ഗ്രേറ്റ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വരുന്നതും വീണ്ടും വീണ്ടും നന്മകൾ സംഭവിക്കുന്നതൊക്കെ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്തിന്റെ ലൈൻ ചക്രത്തിൽ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ.
നിങ്ങൾ എന്നോട് കൂടുതൽ നന്ദി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും കൂടുതൽ തരാം. ഇനി നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുകയാണെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ കഠിനമായിരിക്കും. ഞാൻ വേറെ ഏതും എടുത്ത് പറയുന്നില്ല, ഈ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഈ ഒറ്റ കാര്യത്തിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കുറേ നന്ദികേട് കാണിക്കുക. നന്ദികേട് കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കിപ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ സെഷനിൽ ഇരിക്കുന്നത്. കേൾക്കാൻ പറ്റാതെ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. കണ്ണ് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? കണ്ണ് കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, വീടുണ്ട്, നമുക്ക് ഇന്റർനെറ്റ് ഉണ്ട്, ഈ ഒരു ഫോൺ ഉണ്ട്, ലാപ്പ് ഉണ്ട്, എന്തെല്ലാം ഞാൻ പറയണ്ട, നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട്. നമ്മുടെ പാരന്റ്സ്, ഇന്ന് കഴിച്ച ഫുഡ്, വെള്ളം, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഉള്ള അനുഗ്രഹങ്ങൾ അവിടെ തന്നെ നിർത്തി അതിലോട്ട് തിരിഞ്ഞു നോക്കാതെ ലൈഫിൽ 1000 അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 10 പ്രശ്നം മാത്രം ഉള്ളെങ്കിൽ ആ ഒരു 10 പ്രശ്നത്തിന് എപ്പോഴും ഫോക്കസ് ചെയ്ത് അതിലോട്ട് ഇങ്ങനെ നോക്കി നോക്കി അതിനെ വലുതാക്കുമ്പോ എന്ത് ചെയ്യും? നമ്മൾ അവിടെ നന്ദികേടല്ലേ കാണിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് നമ്മുടെ ക്രിയേറ്റർ ഒരു ആയിരക്കണക്കിന്, 1000 ഒന്നല്ല കേട്ടോ, എണ്ണാൻ പറ്റൂല, കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒന്നോ രണ്ടോ ഒരു 10 പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. നമ്മൾ ആ അനുഗ്രഹങ്ങളൊക്കെ അവിടെ തിരിഞ്ഞു നോക്കാതെ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, ഉപയോഗിക്കാതല്ല, അതെല്ലാം യൂസ് ചെയ്യുന്നുണ്ടാവും. എന്നിട്ടോ ആ ഉള്ള 10 പ്രശ്നങ്ങളുണ്ടല്ലോ അതിലോട്ട് നോക്കിയിട്ട് അങ്ങനെ എന്ത് ചെയ്യും? പരാതിയും പരിഭവം പറഞ്ഞിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ നന്ദികേടാണ് കാണിക്കുന്നത്. നന്ദികേട് കാണിക്കുകയാണെങ്കിൽ എന്താണ് കിട്ടുക? പരീക്ഷണങ്ങൾ അതികഠിനമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ ഹെൽത്തിലോ വെൽത്തിലോ റിലേഷൻഷിപ്പിലോ ലൈഫിന്റെ ഏതെങ്കിലും ഒരു ഏരിയയില് നിങ്ങൾ എന്താ പറയാ പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള വഴി നന്ദി അധികരിപ്പിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട് നമുക്ക് ഇപ്പോൾ ഉള്ള അനുഗ്രഹങ്ങളിൽ. അതായത് ബി ഗ്രേറ്റ്ഫുൾ ഓഫ് വാട്ട് യു ഹാവ് നൗ. നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടോ അതിൽ നന്ദി പറയുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയാം. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട്. അത് യൂസ് ചെയ്ത ആളുകൾക്കൊക്കെ മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ടും മിറാക്കിൾസും ആണ് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യമാണ്, യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നിങ്ങൾ എന്നോട് കൂടുതൽ നന്ദി കാണിക്കുകയാണെങ്കിൽ, കൂടുതൽ നന്ദി കാണിക്കല്ല, നിങ്ങൾക്കുള്ള അനുഗ്രഹങ്ങളിൽ നന്ദി കാണിക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നന്ദി പറയാനുള്ള കാര്യങ്ങൾ ലൈഫിലോട്ട് വരും. പിന്നെ ഒരുപാട് സംഭവം ആവണമെന്നൊന്നുമില്ല. നമുക്ക് ഓൾറെഡി ഉള്ള അനുഗ്രഹങ്ങളൊന്നും എണ്ണി നോക്കാൻ പറ്റൂല. അതിന് നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ കുറെ കുറെ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും വരും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒറ്റ കാര്യമുള്ളൂ, ഇന്നലകളെ കുറിച്ച് കുറേ ടെൻഷൻ അടിക്കുന്നതൊന്നും മാറ്റി വെക്കുക. നാളെനെ കുറിച്ചിട്ട് കുറേ പേടിക്കുന്നതുണ്ടല്ലോ, എന്താവും എന്താവും എന്നുള്ളതൊന്നും മാറ്റി വെക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ നാളെനെ കുറിച്ച് കുറെ പേടിച്ചിട്ട് എന്താ കാര്യം? ഒരു കാര്യം നമുക്ക് അവിടെ വരാൻ പോകുന്നില്ല. കാരണം നമുക്ക് കുറെ ചിന്തിച്ച് വെക്കാം, കുറെ പേടിക്കാം. ഇത് കാരണം സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ നമ്മളെ ബോഡിയിൽ കുറെ എന്ത് ചെയ്ത് റിലീസ് ആയിട്ട് അതിന്റെ കാരണം കൊണ്ട് കുറെ ഹെൽത്ത് പ്രോബ്ലം, കുറെ സൈക്കോസൊമാറ്റിക് മനോജന്യ രോഗങ്ങളെ, നമ്മുടെ രോഗങ്ങളിൽ ഏകദേശം 50% മനോജന്യ രോഗങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ചില അസുഖങ്ങൾ നമ്മൾ ഡോക്ടറിനെ കാണിക്കും, ടെസ്റ്റ് ചെയ്യും, എന്നാലൊന്നും നമുക്ക് അധികം ഇതുണ്ടാവില്ല, ഒരു മാറ്റം കിട്ടൂല. കാരണം എന്താണ്? കാരണം രോഗം മനസ്സിനാന്നുള്ള ടെസ്റ്റിൽ നോക്കിയാൽ കിട്ടൂലല്ലോ. അതിന്റെ അർത്ഥം മാനസിക രോഗം എന്നുള്ളതല്ല. മനസ്സിൽ കുറെ പേടിയും ടെൻഷനും കുറെ കാര്യങ്ങൾ ഇതെല്ലാം നിറഞ്ഞു കിടക്കുമ്പോൾ അത് നിങ്ങളെ ബോഡിക്ക് താങ്ങാൻ പറ്റാതെ എന്താ പറയാ അടിക്കടിക്കുള്ള തലവേദന, ബാക്ക് പെയിൻ, ഇങ്ങനെ നമുക്ക് ചികിത്സ ഇല്ലാത്ത ചില രോഗങ്ങൾ അതായിട്ട് വരും. അതാണ് സൈക്കോസൊമാറ്റിക് ഡിസീസസ്. അപ്പൊ നമ്മൾ ഈ നാളിനെ കുറിച്ചിട്ട് കുറേ പേടിക്കുക, കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ട് കുറേ സങ്കടപ്പെടുക, ഇതൊക്കെ നമ്മളെ ലൈഫിനെ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന രോഗാണുക്കൾക്ക് പറയില്ല. അതേപോലെ തന്നെ നമ്മളെ ലൈഫിനെ ഇങ്ങനെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് ഡേ ബൈ ഡേ. അല്ലാതെ അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നില്ല. നാളെ കുറിച്ച് സങ്കടപ്പെടും, ഈ വരാനിരിക്കിനെ കുറിച്ചിട്ട് ആൻസൈറ്റി ഒക്കെ അടിക്കുമ്പോ എന്താ ഉണ്ടാവുന്നത്? ഈ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ വന്ന് ബോഡിക്ക് കുറെ സൈക്കോസൊമാറ്റിക് ഡിസീസസ് വരും. ഉള്ള എനർജി പോവും, ക്ഷീണമായിരിക്കും, തളർച്ച ആയിരിക്കും, കരിയറിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല, ജോലിയിൽ ബുദ്ധിമുട്ട് വരും, ഒരു മനസ്സമാധാനം എന്ന സാധനം കിട്ടൂല, ഉറക്കത്തിൽ ശരിയായിട്ട് ഉറക്കം കിട്ടൂല. ഇന്നത്തെ കാലത്ത് ആൾക്കാർക്കുള്ള മെയിൻ പ്രശ്നം എന്താണ്? ഉറക്കം ശരിയായിട്ടില്ല എന്നുള്ളതാണ്. ഉറങ്ങാൻ സമയം ഒരുപാടുണ്ടെങ്കിലും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഉറക്കം കിട്ടൂല. പണ്ടൊക്കെ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ നമ്മൾ നല്ല ഫ്രഷ് ആയിട്ട് എണീക്കും. ഇന്ന് അതില്ല. ഒന്നെങ്കിൽ ഇടക്കിടക്ക് ഉണരും, അല്ലെങ്കിൽ ഉറങ്ങാനുള്ള ഉറക്കം തന്നെ വരാത്ത ആളുകളാണ്. ഇതൊക്കെ എന്താണ്? നമ്മൾ ഈ മനസ്സിൽ ചിന്തിച്ച് കൂട്ടുന്ന ഇത്തരം നെഗറ്റീവ് തോട്ട്സും ഈ ഒരു സ്ട്രെസ്സും ആൻസൈറ്റി ഒക്കെയാണ് ഈ രീതിയിൽ ബോഡിനെയും മെന്റൽ ഹെൽത്തിനെയും ഫിസിക്കൽ ഹെൽത്തിനെയും എല്ലാ രീതിയിലും നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്.
ഇന്നലെ നടന്നിട്ടുള്ള കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും. നമ്മളെ ഭാഗത്ത് നിന്ന് തന്നെ പറ്റിപ്പോയ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും അങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു, അങ്ങനെ സംഭവിക്കേണ്ടിയില്ലേനും, എന്തിനാണ് ഞാൻ അങ്ങനെ ചെയ്തു പോയത്, എനിക്ക് അങ്ങനെ തെറ്റ് പറ്റി. ഓക്കെ, നിങ്ങൾക്ക് തെറ്റ് പറ്റി, അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നിട്ട് ഇന്നലകളിൽ നിന്ന് നമുക്ക് പഠിച്ചിട്ടുള്ള കുറെ മിസ്റ്റേക്കുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ കുറെ മറ്റുള്ളവരെ നമ്മളെ പറ്റിച്ചത്, ചതിച്ചത്, വഞ്ചിച്ചത്, നമ്മളെ പറ്റി കുറ്റം പറഞ്ഞത്, കുറെ വേദനകൾ, ഇങ്ങനെ കുറെ എല്ലാവർക്കും ഉണ്ടാവും. മനുഷ്യനാണ്, സ്വാഭാവികം. അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്താണ് എടുക്കാനുള്ളത് എന്നുള്ളത് എടുക്കാം. അതായത് നമുക്ക് അതിൽ നിന്നൊക്കെ എന്തൊക്കെയോ പഠിക്കാനുണ്ടാവും. ലൈഫിൽ നല്ല അനുഭവങ്ങൾ മാത്രം ആയാൽ പോരാ. നല്ല അനുഭവങ്ങൾ മാത്രം ആയാലും ഒരു രസം ഉണ്ടാവില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല് കുറെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത്തരം കാര്യങ്ങളെ പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈഫിൽ സ്ട്രോങ് ആവുക, എന്തെങ്കിലുമൊക്കെ ആയി മാറുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളെ ലൈഫിൽ ഉണ്ടായ കുറെ സന്തോഷം ഉണ്ടായ കുറെ ഹാപ്പി മൊമെന്റ് ഉണ്ടാവുമല്ലോ. അതൊക്കെ നമ്മൾ സന്തോഷിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മളെ എന്തെങ്കിലും ആക്കി മാറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് എവിടെയെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് എന്തെങ്കിലും പുരോഗതി ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തോൽവികളോ നമ്മളെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നിന്നിട്ടൊക്കെ നമ്മൾ അതിൽ നിന്ന് വരാം. ഒരു ഡയമണ്ടിലെ ആ രൂപത്തിലായി മാറണമെന്നുണ്ടെങ്കിൽ ഒരു കൽക്കരിനെ ചൂടാക്കിയത് അത്രയും പ്രഷറിലൂടെ കടന്നു പോയിട്ട് ഒരു ഡയമണ്ട് ആവുക. അതേപോലെ നമ്മളൊക്കെ ഒരു ഡയമണ്ട് ആക്കി മാറ്റണം, നമ്മൾ നമ്മളെ ബെസ്റ്റ് വേർഷൻ ആയി മാറണം എന്നൊക്കെ നമ്മുടെ ക്രിയേറ്റർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ചൂടേറിയ അനുഭവങ്ങളിലൂടെ നിങ്ങളെ കടത്തിവിടും. അതിനർത്ഥം സ്നേഹമില്ല എന്നുള്ളതല്ല. അതിനർത്ഥം നിങ്ങളെ പരീക്ഷിച്ചിട്ട് നിങ്ങളവിടെ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നുമല്ല. നിങ്ങൾ ആ ഒരു ഡയമണ്ട് ആവണമെങ്കിൽ നിങ്ങൾ ഇതിലൂടെ കടന്നു പോകണം. നിങ്ങൾ സ്ട്രോങ് ആവണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും ബെസ്റ്റ് വേർഷനെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകണം എന്നുള്ളതാണ്. ഒരു ബട്ടർഫ്ലൈനെ നമ്മൾ കാണൂലേ, അത് ഒരു പുഴുവിൽ നിന്നിട്ട് അതൊരു ബട്ടർഫ്ലൈ ആയി മാറണമെങ്കിൽ അത് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അത് അത്രയും മനോഹരമായ രൂപത്തിൽ ഇന്ന് നമ്മളെല്ലാവരും കാണുന്ന ഈ ഒരു പറക്കുന്ന രൂപത്തിലാവുന്നുണ്ടെങ്കിൽ, ആവണം എന്നുണ്ടെങ്കിൽ അത് ആ ഒരു അനുഭവങ്ങളിലൂടെ കടന്നു പോകണം. എന്നാലാണ് ആ ഒരു കൊക്കൂണിൽ നിന്ന് അത് പുറത്ത് വരുന്നതിന് മുന്നേ അനുഭവിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അതേപോലെ ഇന്നലകളിൽ അനുഭവിച്ചിട്ടുള്ള കുറെ സങ്കടങ്ങൾ, വേദനകൾ കുറെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അതിനൊക്കെ നല്ലതായിട്ട് കാണാം. എന്നെ എന്തൊക്കെയോ ആക്കി മാറ്റാൻ അതൊക്കെ ഒരു കാരണമായിട്ടുണ്ട്. നമ്മൾ എപ്പോഴും മൈൻഡിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. ലൈഫിൽ എല്ലാം സംഭവിക്കുന്നത് ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ എല്ലാം സംഭവിക്കുന്നത് വെറും ഒരു കാരണത്തിന് വേണ്ടിയിട്ടല്ല. എല്ലാം സംഭവിക്കുന്നത് ഒരു അനുഗ്രഹിക്കപ്പെട്ട കാരണത്തിന് കൂടെ വേണ്ടിയിട്ടാണ്. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ഇന്നലകളിൽ സംഭവിച്ചിട്ടുള്ള എന്തൊക്കെയോ ഫെയിലേഴ്സും നമ്മൾ എന്തൊക്കെയോ നഷ്ടങ്ങളൊക്കെ എന്തോ നല്ലൊരു കാരണത്തിനാ. നിങ്ങളെ എന്തൊക്കെയോ ആക്കി മാറ്റാനും നിങ്ങളെ സ്ട്രോങ് ആക്കാൻ എന്തൊക്കെയോ വേണ്ടിയിട്ടാ. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിക്കേ, അത് നമ്മളെ ഒരു കുഞ്ഞു ബുദ്ധിന്ന് ചിന്തിച്ചാൽ അത് കിട്ടൂല. നമ്മളൊരു ഡിവൈൻ ബ്രില്യൻസ് ഉണ്ട്. നമ്മളെക്കാളും മുകളിലുള്ള ഒരാളെ പ്ലാൻ ആണ് ഇതൊക്കെ. നമ്മളെ പ്ലാനുകൾ മേ ബി തെറ്റിപ്പോയേക്കാം, പക്ഷെ ക്രിയേറ്റർ പ്ലാന് ഒരിക്കലും തെറ്റിപ്പോവില്ല. ആ ഒരു ഡിവൈൻ ബ്രില്യൻസ് അവിടെ മുകളിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളെ കുഞ്ഞു ബുദ്ധിയിൽ ചിന്തിക്കുമ്പോ എനിക്ക് പരാജയം വന്നല്ലോ, എനിക്ക് തോൽവി വന്നല്ലോ, എന്നാലും അങ്ങനെ ആയല്ലോ, എന്നാലും എന്റെ റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നല്ലോ, ജോലി പോയല്ലോ, കുറെ നമ്മൾ ചിന്തിച്ച് ടെൻഷൻ എടുക്കും. പക്ഷെ ആക്ച്വലി അതൊക്കെ നമ്മളെ നല്ലതിന് വേണ്ടി വന്നതായിരുന്നു. നമ്മൾ വെറുതെ ചിന്തിച്ചിട്ട് എന്തിനാണ് നമ്മളെ ഈ ഒരു മൊമെന്റിന്റെ, ഈ ഒരു നിമിഷത്തിന്റെ സന്തോഷം എന്തിനാ നമ്മൾ കളയുന്നത്? ഈ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഈ ഒരു നിമിഷം ഒരു മിനിറ്റ് കഴിഞ്ഞ നിമിഷം ഇല്ല. എന്നാലോചിച്ചോക്ക്, നിങ്ങൾ ഇപ്പം ശ്വസിക്കുന്ന ഒരു ബ്രീത്ത് ഇപ്പം മാത്രമേ ഉള്ളൂ, അത് ഇല്ല, തിരിച്ച് കിട്ടാനും പോകുന്നില്ല. അപ്പൊ നമ്മള് ഇന്നലകൾ കുറേ ചിന്തിക്കുകയാണ്. ഇതെന്തെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആവുന്നുണ്ടോ? അതും ഇല്ല. നാളായാലും ഇന്ന് വരെയുള്ള കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കും. മറ്റന്നാളായാലോ നാളെ വരെയുള്ള കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കും. മരിക്കുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് തുടരുകയാണ്. നമ്മൾ വെറുതെ കഴിഞ്ഞതിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ എന്തൊക്കെയോ ഡിവൈൻ പ്ലാൻസ് ആണ്. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് പഠിക്കാനുള്ള നല്ല കാര്യങ്ങളുണ്ടല്ലോ, ലേൺ ചെയ്യേണ്ട, നമ്മൾ ഏതൊരു അനുഭവം നമ്മളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കും. ആ നല്ല കാര്യങ്ങൾ എടുക്കുക, അതെടുത്തിട്ട് ബാക്കി എല്ലാത്തിനും ലെറ്റ് ഗോ ചെയ്യാം. നമുക്കത് വേണ്ട. നമ്മൾ അതൊക്കെ എന്താണ്, ഒരുപാട് വേസ്റ്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിന്നാൽ എന്തുണ്ടാവും, ആ വേസ്റ്റ് കുറെ കാലം ഒരു പാത്രത്തിൽ കിടന്നു കഴിഞ്ഞാൽ അതിന് ദുർഗന്ധം വരും. അതേപോലെ നമ്മളത് നേരത്തെ പറഞ്ഞ സൈക്കോസൊമാറ്റിക് ഡിസീസ് ആയിട്ടും മനസ്സിന് പ്രശ്നമായിട്ടും സ്ട്രെസ് ആയിട്ടും ആൻസൈറ്റി ആയിട്ടും പല ബുദ്ധിമുട്ടായിട്ട് ഓവർ തിങ്കിങ്, ഫിയർ ഒക്കെ ആയിട്ട് നമ്മളത് ബാധിക്കും. അപ്പൊ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യുക, അതിനെ വിട്ട് കളയുക. ആ ഒരു അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക.
ഓക്കെ, അപ്പൊ എന്തായി, ഇന്നലകൾ കഴിഞ്ഞ കാര്യങ്ങൾ സെറ്റ് ആയല്ലോ. ഇനി നാളെ വരാനിരിക്കുന്ന കാര്യത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നാളെ അങ്ങനെ ആക്കാം, ഗോൾസ് ഡ്രീംസും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നിങ്ങളെ നാളെ നിങ്ങൾ റെഡി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇന്നലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റുമോ? നാളെ നാളെ എന്നും പറഞ്ഞാൽ നീളെയാണ്. ഇന്ന് ഞാൻ പറയും നാളെ, നാളെ പറഞ്ഞിട്ട് വീണ്ടും പറയും നാളെ. അപ്പൊ നാളെ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്, ഒരു ഇല്യൂഷൻ പോലെയാണ് കിടക്കുന്നത്. അതിനപ്പുറം ഈ ഒരു നിമിഷം ഉണ്ടല്ലോ, നിങ്ങൾ ഇപ്പൊ ജീവിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുക, നാളെ നന്നാക്കാൻ വേണ്ടിയിട്ട്, നാളുകളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. നിങ്ങളെ ചിന്തകളിൽ മാറ്റം വരുത്തി തുടങ്ങുക. നമ്മളെ ഇന്നത്തെ ചിന്തകളിൽ മാറ്റം വരുത്തി തുടങ്ങിയാലേ നാളത്തെ ലൈഫ് മാറുള്ളൂ. ഇതുവരെ ചിന്തിച്ചത് തന്നെ ഇനിയും ചിന്തിച്ചുകൊണ്ട് ഇനിയും ചിന്തിച്ചു നിന്ന് കഴിഞ്ഞാല് ഇതുവരെയുള്ള ലൈഫ് തന്നെ ഇനിയും അതുപോലെ ജീവിക്കാം. അപ്പൊ നാളത്തെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഇന്നത്തെ ചിന്തകൾ മാറ്റം വരുത്തണം. ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഈ ഒരു മൊമെന്റിന്റെ വാല്യൂ നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റിലൂടെ കടന്നു പോവാം. ചാറ്റ് ബോക്സിൽ നിങ്ങൾ വീഡിയോയിൽ വരാത്തവരും ഓക്കെ, എന്നാലും ചാറ്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ ഒരു നിമിഷം ഉണ്ടല്ലോ, ഇപ്പത്തെ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അല്ലെ, ഇന്നലകളെ കുറിച്ച് ആലോചിക്കാതെ നാളെ കുറിച്ച് പേടിക്കാതെ ഈ ഒരു നിമിഷത്തിൽ മാത്രം നിങ്ങൾ നിലനിൽക്കുക. അപ്പൊ അതിന്റെ ഒരു ബ്യൂട്ടി ഒരു ചെറുതായിട്ടെങ്കിലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി ചെറിയൊരു ടാസ്ക് അതിലൂടെ നമുക്കൊന്ന് ഗോ ത്രൂ ചെയ്യാം. എല്ലാരും എന്ത് ചെയ്യാം, ഒന്ന് കണ്ണടക്കുക. ഓക്കെ, കണ്ണടിച്ചിട്ട് പതുക്കെ നിങ്ങളെ ശ്വാസത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളെ ബ്രീത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. അതായത് നിങ്ങളെ ബ്രീത്ത് അവിടെ ഉണ്ട്. നമ്മളെല്ലാരും ഈ ഒരു ലോകത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ശ്വാസം കാരണം മാത്രമാണ്. ഈ ഒരു ശ്വാസം നമ്മൾ നിന്നിട്ട് പോയാൽ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മുടെ ജീവിതം ഇവിടെ നിലക്കും എന്നുള്ളത്. അപ്പം നിങ്ങളെ ശ്വാസത്തിലോട്ട് കുറച്ചു നേരം, അതിന്റെ ഒരു നാച്ചുറൽ ഫ്ലോ ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ചു നേരം കോൺസെൻട്രേറ്റ് ചെയ്യാം. ശ്വാസം മുകളിലോട്ട് പോകുന്നതും ശ്വാസം താഴോട്ട് പോകുന്നതിലോട്ട് മാത്രം. ബാക്കി എല്ലാത്തിൽ നിന്നും, ഈ വേൾഡിലെ നിങ്ങളെ വീട്, ഫാമിലി, നിങ്ങളെ ചുറ്റും എന്തൊക്കെയുണ്ടോ എല്ലാത്തിൽ നിന്നും 99% നിങ്ങൾ ഫുൾ ഡിസ്കണക്ട് ആയിട്ടുണ്ട്. നിങ്ങൾ ഓൺലി നിങ്ങളെ ശ്വാസത്തിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ. പതുക്കെ ശ്വാസം മുകളിലോട്ട് വലിച്ചെടുക്കുക. ആൻഡ് ഹോൾഡ് ഓൺ. ബ്രീത്ത് ഔട്ട്. പതുക്കെ ശ്വാസം പുറത്തോട്ട് വിടാം. ഇങ്ങനെ ഓരോ തവണ ശ്വാസം എടുക്കും തോറും, ശ്വാസം ഉള്ളിലോട്ട് എടുക്കുമ്പോൾ ഈ ഒരു പ്രപഞ്ചത്തിലുള്ള മൊത്തം സ്നേഹവും വെളിച്ചവും നന്മയും എല്ലാ നല്ല കാര്യങ്ങളും നിങ്ങളെ അകത്തോട്ട് കയറുന്നതായിട്ടും, ഓരോ തവണ ശ്വാസം പുറത്തോട്ട് വിടുമ്പോൾ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങള്, വിഷമങ്ങള്, ദുഃഖങ്ങള്, എല്ലാം എന്തൊക്കെ മാലിന്യങ്ങളുണ്ടോ അതെല്ലാം ഒരു കറുത്ത പുകയുടെ രൂപത്തിൽ പുറത്തോട്ട് വരുന്നതായിട്ട് ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ രീതിയിൽ കുറച്ചു നേരം ശ്വാസത്തിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്തിങ്. ഈ ലോകത്തിലുള്ള എല്ലാ സ്നേഹവും വെളിച്ചം നന്മ നിങ്ങളുടെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു ഒരു ലൈറ്റിന്റെ രൂപത്തിൽ നിങ്ങളുടെ ഉള്ളിലോട്ട് ഇങ്ങനെ കിടന്നിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിറയാണ്. അതുപോലെ തന്നെ ഓരോ തവണ ശ്വാസം പുറത്ത് വിടുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റിവിറ്റിയും ഒരു കറുത്ത പുകയുടെ രൂപത്തിൽ പുറത്തു പോയി ഇല്ലാതാവാണ്. ഒരു 3 ടൈംസ് നിങ്ങൾ ഇതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. 3 ടൈംസ് ഈ ഒരു സംഭവം റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ചു വരാം. 3 ടൈംസ് ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ 3 ടൈംസ് ആയിട്ടുണ്ടെങ്കിൽ പതുക്കെ തിരിച്ചു വരാം. സ്ലോലി ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. പതുക്കെ കണ്ണുകൾ തുറക്കട്ടോ. അപ്പൊ ഞാൻ ഈ ചാറ്റ് ബോക്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ചില ആൾക്കാർക്ക് ഇതിൽ മെഡിറ്റേഷൻ ചെയ്യുന്നവരുണ്ടാവും, അവർക്ക് ഇത് വലുതായിട്ടൊന്നും ഫീൽ ആവില്ല. പക്ഷെ ആദ്യമായിട്ട് ചെയ്യുന്നവരോ ഇനി അല്ലാത്തവരായാലും, നിങ്ങൾ ഇതുവരെ ഇപ്പൊ നമ്മൾ സെഷൻ കേട്ടോണ്ടിരിക്കുമ്പോഴുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ടല്ലോ, അതിൽ നിന്നിട്ട് ജസ്റ്റ് നിങ്ങളൊരു വൈബ്രേഷൻ, നിങ്ങളൊരു ലെവല് കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം, എന്താ ഫീൽ ചെയ്തത് എന്നുള്ളത്. എന്ത് ഫീൽ ചെയ്താലും അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, റേഹാന മാം.
ഓക്കെ, ബാക്കി എല്ലാരും പറയൂ. നമ്മളെ ശ്വാസത്തിനാണ് നമ്മൾ ഫീൽ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അത് പ്രൗഡ് ആയിട്ട് തന്നെ പറയണം. എന്ത് ഫീൽ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ അതും പറയാം. ഹലോ ഗൈസ്, പെട്ടെന്ന് പറയൂ, നമുക്ക് സെഷൻ കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ ആമി, ഗ്രേറ്റ്. നെക്സ്റ്റ് ആരാ? പറയൂ പറയൂ. ഓക്കെ, മൈൻഡ് ഫ്രീ ആയി, സ്വസ്ഥത. ഓക്കെ, ഇനി പറയൂ പറയൂ, നിങ്ങൾ പറയൂ. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്താലും പറയട്ടോ. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഫീൽ ആണെന്നൊന്നുമില്ല. നിങ്ങൾ കമന്റ് ചെയ്യൂ ഗൈസ്. വീഡിയോയിൽ നിങ്ങൾ വരുന്നില്ല, പക്ഷെ നിങ്ങൾ കമന്റ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ഇവിടെ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ ശ്വാസം വിടാൻ ഒഴിവില്ലാണ്ട് പണിത്തിരക്കിലാണ് കേട്ടോ. എന്ത് ഫൈമ മാം? സോറി, ശ്വാസം വിടാൻ ഒഴിവില്ലാണ്ടേ ആ, പണിയിലാണ്. ഓക്കെ ഓക്കെ. പെട്ടെന്നാവട്ടെ പെട്ടെന്നാവട്ടെ. പെട്ടെന്ന് പെട്ടെന്ന്. ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട് ആരൊക്കെ ഉണ്ട് നോക്കെ. എല്ലാങ്ങൾക്കൊന്നും ശ്വാസം ഇല്ലേ? ഓക്കെ, നമ്മളെ ടൈം ലേറ്റ് ആക്കുന്നില്ല. കമന്റ് ചെയ്തവരോട് എല്ലാവരോടും താങ്ക്സ്. അപ്പൊ ഇതിൽ എന്താ അറിയോ, സംഭവം സിമ്പിൾ ആണ്. നമ്മളുണ്ടല്ലോ ഈ ഒരു മൊമെന്റിൽ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ചില സമയങ്ങൾ ആലോചിച്ച് പൈസ ഹാപ്പിനെസ്. ഓക്കെ ഗ്രേറ്റ്. ചില ടൈമിൽ നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ, നമുക്ക് ആകെ ഭ്രാന്തായി പോകും. ചില ആൾക്കാരൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാറുണ്ട് ആ ഒരു ഇമോഷൻസിന്റെ പുറത്ത്. മാം, എനിക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല, ഞാൻ ആകെ ടെൻസ്ഡാണ്, എനിക്ക് തല പൊട്ടിത്തെറിക്കാൻ വേണ്ടി പോകണം, അങ്ങനെ ഇങ്ങനെ. അപ്പൊ സംഭവം ആലോചിക്കുമ്പോ എന്താ, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് അങ്ങനെ ടെൻഷൻ അടിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നാളെ എന്താവും അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടാവും. ഈ ഒരു മൊമെന്റിൽ നിലനിൽക്കുന്ന ആൾക്ക് വീട് തന്നെ പൊളിഞ്ഞു വീണാലും വലുതായിട്ടൊന്നും തോന്നില്ല. ഓക്കെ, അത് എന്തെങ്കിലും വഴി അതിന് ഉണ്ടാവും എന്നാണ് അവരെ മൈൻഡിലേക്ക് വരിക. അപ്പം ഇങ്ങനെ നിങ്ങൾ എല്ലാവരും, നമ്മൾ മനുഷ്യന്മാരാണ്, എപ്പോഴെങ്കിലും നിങ്ങൾ തന്നെ ബുദ്ധിമുട്ടിക്കാണ്, അതായത് നാളനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ, കഴിഞ്ഞതിനെ കുറിച്ചുള്ള തോട്ടൊക്കെ നിങ്ങളെ വല്ലാണ്ട് സ്ട്രെസ് ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പെട്ടെന്ന് അതിൽ നിന്നിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെ അറിയോ, ഇതേപോലെ ഒന്ന് റിലാക്സ് ആയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക. ചിലപ്പോൾ നല്ല ദേഷ്യം വരും, ചിലപ്പോൾ ചില ആൾക്കാർ മരിക്കാൻ വരെ തോന്നും. അങ്ങനെ എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരുന്ന് കണ്ണടച്ചിട്ട് എന്ത് ചെയ്യാം, പതുക്കെ ശ്വാസത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങളെ ശ്വാസം ഓരോ തവണ മൂക്കിന്റെ ഉള്ളിലൂടെ കയറി ഇറങ്ങണത് ഇങ്ങനെ ഫീൽ ചെയ്യാം. കുറച്ചു നേരം ഒന്ന് ഇതിൽ മാത്രം നിന്ന് കണ്ണ് തുറന്നു കഴിയുമ്പോൾ നിങ്ങൾ കുറെ ഓക്കെ ആയിട്ടുണ്ടാവും. പ്രശ്നം മാറണമെന്നില്ല, എന്നാലും നമ്മളൊരു പ്രശ്നങ്ങളിൽ മുങ്ങിപ്പോവാതെ, അല്ലെ കടലിൽ കപ്പൽ മുങ്ങാത്ത മുകളിലൂടെ പോലെ, അതേപോലെ നമുക്ക് അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് ഇത് നിങ്ങൾ മൈൻഡ്ഫുൾനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രീത്തിങ് ടെക്നിക്ക് പറഞ്ഞ ഏറ്റവും ചെറിയൊരു സംഭവമാണ്. കുറേ മെത്തേഡുകൾ ഉണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് നേരത്തെ പറഞ്ഞ പോലെ. ഇനി അടുത്ത മെത്തേഡ് എന്താണ്, കണ്ണുകൾ അടക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മളെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവില്ല, നമുക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ നിമിഷങ്ങൾ അല്ലെ, നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്, നിങ്ങളെ കണ്ണുകൾ അടക്കുക. എന്നിട്ട് നിങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാവൂലേ, ഏറ്റവും നല്ല സന്തോഷിക്കാൻ പറ്റിയ ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ടുള്ള ഇതിൽ ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടാവൂലേ, അങ്ങനത്തെ 3 കാര്യം ആദ്യം ഒന്ന് ചിന്തിക്കുക. അതിനെ നന്നായിട്ട് ആ ഒരു മൊമെന്റിന് ഫീൽ ചെയ്യുക. എന്നിട്ട് അടുത്തത് ചിന്തിക്കുക, അതിനെ നന്നായിട്ട് ആ ഒരു ഹാപ്പിനെസ്സിനെ ഫീൽ ചെയ്യുക. മൂന്നാമത്തത് ചിന്തിക്കുക, അതിനെ നന്നായിട്ട് ഫീൽ ചെയ്യുക. 3 സംഭവങ്ങൾ ചിന്തിച്ചായിട്ട് അതിനോട് നന്ദി പറയാം. ഒരു ഹാപ്പിനെസ് നന്നായിട്ട് ഫീൽ ചെയ്യാട്ടോ.
ഓക്കെ, ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. നിങ്ങള് ഇതിന്റെ മുന്നേ ഉണ്ടായതിനേക്കാളും എന്തെങ്കിലും ഒരു ഫീല് കിട്ടിയോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ആ ഒരു മൊമെന്റ്സ് ആലോചിച്ചപ്പോ എന്തെങ്കിലും പഴയ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ വേണ്ടിട്ട് പറ്റുമോ? നിങ്ങൾക്ക് എന്താണ് ബോഡിയിൽ വൈബ്രേഷൻസ് മാറിയോ? ചില ആൾക്കാർക്ക് തരിപ്പൊക്കെ വരും സന്തോഷം കൊണ്ട്. അങ്ങനെ എന്തൊക്കെയാ നിങ്ങൾക്ക് വന്നത്? അതൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, റിഫാന അതേപോലെ എല്ലാരും വരി കമന്റ് ചെയ്യുങ്ങള്. ഇത് എന്തിനാ നിങ്ങളെ കൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്യിക്കണ അറിയോ? നമുക്ക് എന്തെങ്കിലും മൊമെന്റ് വരുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും അറിവുകൾ ജസ്റ്റ് കേട്ട് പോയാൽ ആ സമയം നമുക്കത് കിട്ടണമെന്നില്ല. പക്ഷെ ഒരു തവണ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റും? നമുക്ക് ഏതെങ്കിലും ഒരു മൊമെന്റ് ഉണ്ടാവുമ്പോ അന്ന് ഞാൻ ആ സെഷനിൽ ചെയ്ത പോലെ ഒന്ന് ആക്കി നോക്കിയാലോ. നമുക്ക് എല്ലായ്പ്പോഴും കൗൺസിലേഴ്സിനെയും നമുക്ക് ആരെങ്കിലും ഒക്കെ കിട്ടണമെന്നില്ല അല്ലേ? നമുക്ക് ചിലപ്പോൾ നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ തന്നെ വേണ്ടി വരും. അപ്പൊ ഇതുപോലെ കണ്ണടച്ചിരുന്നിട്ട് ലൈഫിൽ ഉണ്ടായി. ശൈല മാം, ഉം. ഫസ്റ്റ് പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്നും കൂടി ഒന്ന് പറയാൻ പറ്റുമോ? കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു എൻട്രി ചെയ്യാൻ. ഓക്കെ ലാസ്റ്റ് പറഞ്ഞാലും മതി. ഓക്കെ ഓക്കെ. ഇപ്പൊ തന്നെ പറയാം. മാം ഒന്ന് സെൽഫായിട്ട് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. ജസ്റ്റ് കണ്ണടച്ചിട്ട് ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഹാപ്പി മൊമെന്റ്സ് ഉണ്ടാവുമല്ലോ, അല്ലെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള നന്ദി പറയേണ്ട കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഒരു 3 ഇൻസിഡൻസ് എടുത്തിട്ട് ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുക, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുക, അതിനോട് നന്ദി പറയാം. ഒരു 3 കാര്യങ്ങൾ. അത് കഴിഞ്ഞ് നമ്മൾ അത് ശരിക്കും ഫീൽ ചെയ്ത് അതിനോട് നന്ദി പറഞ്ഞ് കണ്ണ് തുറക്കുമ്പോഴേക്ക് നമ്മളെ ബോഡിയുടെ വൈബ്രേഷനും നമ്മൾ അതുവരെ ഉണ്ടായിട്ടുള്ള ഒരു മെന്റൽ അവയർനെസ്സും മാറിയിട്ട് ആ ഒരു ഹാപ്പിനെസ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ എത്ര പ്രശ്നത്തിൽ നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ഓക്കെ. ആണോ? ഓക്കെ ഓക്കെ. ആ. അപ്പൊ ഈ ഒരു സംഭവം നിങ്ങള് വേറെ കമന്റ് ചെയ്യേ. ഓക്കെ. അപ്പം ഈ ഒരു 2 സംഭവങ്ങൾ ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ചെറുതായിട്ട് സിമ്പിൾ ആയിട്ട് മൈൻഡ്ഫുൾനെസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, അതായത് ഈ ഒരു നിമിഷത്തിൽ നിലനിൽക്കാൻ നമ്മളെ എങ്ങനെ പഠിക്കണം എന്നുള്ള ചെറുതായിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഇത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ കാര്യങ്ങളാണ്. ഇത് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ നടക്കുന്നത്? ആക്ച്വലി നമ്മൾ ശരിക്കും പ്രശ്നത്തിലൊക്കെ ആയിരിക്കും, പക്ഷെ നമുക്ക് നമ്മളെ കൺട്രോളിൽ നിർത്താൻ വേണ്ടിയിട്ട് പറ്റും. പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ മുങ്ങി പോവാതെ നമുക്ക് നമ്മളെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഒരാൾ ഡെയിലി രാവിലെ എഴുന്നേറ്റിട്ട് ഈ പറഞ്ഞ 2 കാര്യങ്ങളും പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ലൈഫ് ലോങ് ഈ ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ യോഗ, മെഡിറ്റേഷൻ, കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിങ്ങനെ നമ്മൾ ഈ ഒരു സമയത്തിന്റെ ഉള്ളിൽ ഫ്രീ സെഷനിൽ പറയാൻ പറ്റിയ കാര്യങ്ങളല്ല. അത് നമ്മൾ ലൈവ് സെഷനിലല്ലേ, നമ്മുടെ പെയ്ഡ് സെഷനിലൊക്കെ ജോയിൻ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അതൊക്കെ അവര് എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, മാഷാല്ല, ഗ്രേറ്റ്. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പൊടിക്കൈകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഈ ഒരു നല്ല കാര്യങ്ങളെ കുറിച്ചിട്ടല്ലേ ഞാൻ നിങ്ങളോട് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്യണ്ട കേട്ടോ ആരും. ജസ്റ്റ് പറയണേ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ വെറുതെ ഇരിക്കാണ്, നമുക്ക് കുറെ അനുഗ്രഹങ്ങളുണ്ട്, ഫുഡ് ഉണ്ട്, മക്കള് എല്ലാം നമ്മൾ സെറ്റാണ് ചുറ്റിലും. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പണിയില്ലാത്തതുകൊണ്ട് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കും, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അങ്ങനെ ആൻഷേറ്റും. അപ്പൊ എന്താ ഉണ്ടാവുക? ഇപ്പൊ നിങ്ങളെ ഫീല് നല്ലതായില്ലേ, ഫീൽ ഗുഡ് ആയില്ലേ, നിങ്ങൾക്ക് നല്ലൊരു വൈബ് കിട്ടില്ലേ? അതിന് പകരം നിങ്ങളെ ചുറ്റിലും എത്ര നല്ല അനുഗ്രഹങ്ങൾ ഉണ്ടായാലും, നിങ്ങൾക്ക് എത്ര ഹാപ്പിനെസ് ഉണ്ടായാലും, നിങ്ങൾക്ക് ഒരാൾ ഒരു കൊട്ടാരം തന്നെ കൊണ്ടു തന്നാലും, നിങ്ങൾ ഈ ഒരു ലെവലിലാണ് നിങ്ങളെ ചിന്ത എന്നുണ്ടെങ്കിൽ നാളെനെ കുറിച്ചിട്ട് പേടിക്കുക, കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഉണ്ടായ ഒരു മാറ്റം പോലെ നിങ്ങളെ മെന്റൽ അവയർനെസ്സും ബോഡിന്റെ വൈബ്രേഷനും പെട്ടെന്ന് മാറും, നെഗറ്റീവിലോട്ട് മാറും. അതായത് നമുക്ക് ഭയങ്കര തലവേദന വരും, അല്ല ക്ഷീണം വരും, തളർച്ച വരും. നമ്മൾ വീട്ടിലെ പണികളായാലും ജോലി ആയാലും പെട്ടെന്ന് എന്താ പറയില്ല, കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും ലൈഫിൽ എന്തൊക്കെ ഉണ്ടായാലും ഹാപ്പിനെസ് കിട്ടുന്നില്ല. ഹാപ്പിനെസ് കിട്ടാത്തതല്ല, ഹാപ്പിനെസ് അവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാ. നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ ചിന്തകൾ തന്നെയാണ്. നമ്മൾ കുറെ കഴിഞ്ഞതിനെ കുറിച്ച് ചിന്തിക്കാം, നാളുകളെ കുറിച്ചിട്ട് ചിന്തിക്കാം. അപ്പൊ നിങ്ങൾക്കൊരു ചോദ്യം വരും, നമുക്ക് ഈ ഒരു ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അതായത് കോൺഷ്യസ് ലെവലിൽ നിങ്ങൾ പറയാണ്, ഞാൻ നാളെ മുതൽ, ഇപ്പൊ ഈ ക്ലാസ് കേട്ടിട്ട് നാളെ മുതൽ ഞാൻ കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുകയില്ല, വരാൻ പോകുന്നതിനെ കുറിച്ചിട്ട് ആൻഷൈറ്റി അടക്കുകയില്ല. നമ്മൾ ഏറിപ്പോയ 10 മിനിറ്റ് നമ്മളെ കൊണ്ട് പറ്റും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മൈൻഡ് എന്ത് ചെയ്യും? നമ്മളെ പെട്ടെന്ന് ഡൈവേർട്ട് ആക്കും. മങ്കി മൈൻഡ് എന്നാ പറയാം. അതായത് ഒരു കുരങ്ങനെ ഇങ്ങനെ ചാടുന്ന പോലെ
നമ്മളിങ്ങനെ പെട്ടെന്ന് നമ്മളിങ്ങനെ എത്ര ചില ആൾക്കാർ മോട്ടിവേഷൻ ഒക്കെ കേട്ടാൽ ഞാൻ നാളെ മുതൽ നന്നാവും, നാളെ മുതൽ എന്നെ കൊണ്ട് പറ്റുമെന്ന് പറയും. പക്ഷെ അത് ബോധം കൊണ്ട് നിങ്ങൾ തീരുമാനിച്ചിട്ട് കാര്യമില്ല. നിങ്ങളെ മനസ്സ് ഇത്രയും കാലം ഒരു രീതിയിൽ, ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്, ഒരു രീതിയിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്നതാ. അതിൽ നിന്ന് പെട്ടെന്നൊന്നും മാറാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ മാറണം നിങ്ങൾക്ക്. ശരി, എന്താ പറയാ, എന്നേക്കുമായി സ്ഥിരമായിട്ട് മാറണം. എന്നേക്കുമായി ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റ്, അതായത് ഈ ഒരു നിമിഷത്തിൽ നിൽക്കാനും ഈ ഒരു മൊമെന്റിലുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളായാലും അതിലൊക്കെ നന്ദി പറയാനും അതിൽ ഹാപ്പി ആവാനും, അല്ലെ? അങ്ങനെ പ്രശ്നങ്ങളിലൊന്നും മുങ്ങിപ്പോവാതെ ലൈഫിന്റെ ഒരു ഫ്ലോ സ്റ്റേറ്റിലെ ഒഴുകണ പോലെ ലൈഫ് അങ്ങനെ ആവാനും നമുക്ക് എന്നേക്കുമായി മാറണമെന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഈ ഒരു മൈൻഡ്ഫുൾനെസ് ടെക്നിക്സ് ഉണ്ട്, മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ് ജേണൽ, ഇങ്ങനെ കുറച്ച് ടൂൾസ് ഉണ്ട്. അത് മിനിമം 90 ഡേയ്സ് നിങ്ങൾ അടുപ്പിച്ചിട്ട് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ മാറ്റങ്ങൾ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 21 ഡേ ആവുമ്പോഴേക്ക് എന്താണ്, നമ്മളൊരു വിത്ത് ഇടൂലേ, അതുപോലെ ആ ഒരു സീഡ് അവിടെ പ്ലാന്റഡ് ആവും. പിന്നെ അത് വളർന്നിട്ട് നമുക്ക് ആ ഒരു സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ 90 ഡേ ആവും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് കംപ്ലീറ്റ്ലി മാറി. അങ്ങനെ മാറിയിട്ടുള്ള കുറച്ച് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവരുടെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴും ചില പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതുണ്ടാവും, അല്ലെ? ടെൻഷൻ, ബുദ്ധിമുട്ട്, കാര്യങ്ങളൊക്കെ. പക്ഷെ ചില പ്രശ്നങ്ങൾ നമുക്ക് പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ കഴിയൂല തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും ലൈഫിൽ വരുന്ന നഷ്ടങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് ലൈഫ് ലോങ് സങ്കടപ്പെട്ട് ഇരിക്കുക എന്ന് പറയല്ല വേണ്ടത്. പകരം പ്രശ്നം അവിടെ ഉണ്ടായിക്കോട്ടെ, എന്നെ ബാധിക്കാതെ ഞാൻ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പഠിക്കാൻ പറയാ വേണ്ടത്. അപ്പം നമ്മുടെ ടൈം 8:53 അപ്പൊ ഇന്നത്തെ സെഷന്റെ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് മൈൻഡ്ഫുൾനെസ് എന്താണ്? മൈൻഡ് ഫുള്ള് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാം, മൈൻഡ് ഫുള്ളായിരിക്കും, കുറെ പേടിയും സ്ട്രെസ്സും. പക്ഷെ മൈൻഡ്ഫുൾ പറഞ്ഞു കഴിഞ്ഞാല് നാളെ കുറിച്ചിട്ട് പേടിയില്ല, കഴിഞ്ഞ് വരാൻ പോകുന്നതിനെ കുറിച്ചിട്ട് ഒരു ആൻഷീറ്റ് ഇല്ല. ഈ ഒരു മൊമെന്റിൽ ജീവിക്കാൻ പറ്റും. എത്ര പ്രശ്നം വന്നാലും അതിൽ മുങ്ങി പോവാതെ പ്രശ്നങ്ങളുടെ മുകളിലൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ജീവിക്കുമ്പോൾ എത്ര പ്രശ്നം വന്നാലും നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ പുഴ ഒഴുകുന്ന കണ്ടിട്ടില്ലേ? ഈ പുഴ ഒഴുകുമ്പോൾ അതിന്റെ ഇടയിൽ വലിയ കല്ലുകൾ വരും. കല്ലുകൾ വരുമ്പോൾ പുഴ ഒരിക്കലും സ്റ്റക്കായി നിൽക്കാറില്ല. ആ കല്ലിന്റെ സൈഡിലൂടെ ഒഴുകി പോവാറാണ് ചെയ്യാറ്. അത് അതിന്റെ ഒഴുക്ക് തുടരും. പക്ഷെ നമ്മളെ ലൈഫും ഫ്ലോ ലൈക്ക് എ റിവർ, ഒരു പുഴ ഒഴുകുന്ന പോലെ ആവണം. പക്ഷെ നമ്മളെ ലൈഫ് പലപ്പോഴും ഈ വലിയ വലിയ കല്ലുകൾ പോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ അങ്ങോട്ട് സ്റ്റക്ക് ആവും, പിന്നെ അങ്ങോട്ട് നീങ്ങൂല. വർഷങ്ങളും കാലങ്ങളും ഒക്കെ പോയാലും വയസ്സൊക്കെ കൂടിയാലും അവിടുന്ന് അങ്ങോട്ട് നീങ്ങൂല. അതല്ല വേണ്ടത്. പ്രശ്നങ്ങൾ അവിടെ ഈ കല്ലുകളെ വകഞ്ഞു മാറ്റി പോയി ഒഴുകുമല്ലോ, അതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് അതിനെ അതിജീവിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു മൈൻഡ്ഫുൾനെസ് സ്റ്റേറ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാ. അപ്പൊ അതിനെ പറ്റി ചെറിയ ടെക്നിക്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇത് ലൈഫിൽ ഉപയോഗപ്പെടുത്താം. അതേപോലെ തന്നെ പ്രശ്നങ്ങളെ ഫിക്സ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പറ്റിയ കാര്യമല്ല. പകരം ലൈഫിനെ നേരിടാനും ലൈഫിൽ സക്സസ് ഉണ്ടാക്കാനും നമ്മളെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തുക. ആദ്യം പറഞ്ഞ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ, അല്ലെ, ചെറിയ പാത്രത്തിൽ ഉപ്പ് കലക്കിയാലേ പ്രശ്നമുള്ളൂ, പുഴയിൽ ഒഴുക്കി വിട്ടാലേ അല്ലെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതേപോലെ നമ്മുടെ മനസ്സ് വിശാലമായി കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നേ അല്ലാതായി മാറും. മനസ്സ് അങ്ങനെ കാമായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടല്ലോ. പ്രശ്നങ്ങളുടെ പിന്നാലെ നമ്മൾ ഓടുകയാണ്, ഇത് മാറ്റണം, ഇതിന് ഉത്തരം കിട്ടണം, ഇതെന്താണ്, ഇങ്ങനെ ഓടുമ്പോൾ നിങ്ങൾ തളരും, നിങ്ങൾ ക്ഷീണിക്കും. പകരം ഒന്ന് അവിടെ കാമായിട്ട് ഇരുന്നിട്ട് മനസ്സിനൊന്ന് മൈൻഡ്ഫുൾ ആയിട്ട് ഉള്ള അനുഗ്രഹങ്ങൾക്കൊന്ന് ഹാപ്പി ആയി അതിനൊക്കെ നന്ദി പറഞ്ഞ് നിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. അതേപോലെ തന്നെ പെട്ടെന്ന് ആരെങ്കിലും ചൂടാവുമ്പോൾ നമ്മൾ പഴയ പോലെ ചൂടാവുന്നില്ല. നമ്മളൊന്ന് കാമായിട്ട് എന്താ ഇഷ്യൂ എന്നൊക്കെ നോക്കി അതിനെ പരിഹരിക്കുക. ഇങ്ങനെ കുറെ കാര്യങ്ങൾ. അതായത് ഈ ഒരു റിയാക്ഷൻസിന് പകരം റെസ്പോണ്ടിങ് സ്റ്റേറ്റിലോട്ടൊക്കെ നമ്മൾ മാറും. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ഓടിച്ചാടി അതിനെ റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രശ്നമാക്കുക, അങ്ങനെ ചെയ്യൂല. നമ്മുടെ മൈൻഡ് കാമായിട്ട് ഇരിക്കുമ്പോൾ ആരെന്നെ നമ്മളെ വന്ന് അടിച്ചാലും, അല്ലെ, ജസ്റ്റ് എക്സാമ്പിൾ പറയാട്ടോ, ഭയങ്കര നിങ്ങളെ ചീത്ത പറഞ്ഞാലും നിങ്ങൾ അവിടെ റിയാക്ട് ചെയ്യൂല. നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി ഒരു നമ്മൾ പറയല്ലോ വകതിരിവോടെ, നല്ലൊരു ജ്ഞാനിയുടെ മൈൻഡ് സെറ്റോടെ എന്താ ചെയ്യുക, നമ്മൾ എന്താ നോക്കി അതെന്താ നോക്കിയിട്ട് ജസ്റ്റ് പറഞ്ഞൊട്ട് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാക്കുക ചെയ്യാം. അതേപോലെ തന്നെ മൈൻഡ്ഫുൾ സ്റ്റേറ്റിലാവുന്ന സമയത്ത് നമ്മൾ എന്ത് കേട്ടാലും പെട്ടെന്ന് നമ്മൾ ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്യൂല, പകരം ഒബ്സർവിങ് സ്റ്റേറ്റിലാവും. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ വീട്ടിലോ നമ്മൾ പോകുന്ന ചുറ്റുപാടിലെ എല്ലാം ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ, അല്ലെ, നമ്മളെ ചീത്ത പറയേ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ്സ് പറയുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ അവിടെ കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ മെന്റൽ സ്റ്റേറ്റിനെയും കൂടി ബാധിക്കും. നമ്മളെ ചീത്ത പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാധിക്കും. നമ്മളെ ഉള്ളിലോട്ട് ഇതൊക്കെ കയറിയിട്ട് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. നമ്മളെ സമാധാനം പോകും. എന്നാലും അയാൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെ?
ഒന്ന് ആലോചിക്കുക, ആരെങ്കിലും അവരുടെ ചിന്തകൾ വെച്ച് അവരുടെ സ്വഭാവം വെച്ച് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അതിനെ അതേപടി എടുത്ത് ഉള്ളിലോട്ട് കയറ്റിയതുകൊണ്ടല്ലേ നിങ്ങൾ അത് ബുദ്ധിമുട്ടിക്കണത്, നിങ്ങളെ ലൈഫിനെ അത് ബുദ്ധിമുട്ടിക്കണത് അല്ലെ? ആളുകളെ പല കമന്റ്സുകളും അവര് പറയുന്നതിന് അതേ കോലത്തിൽ നിങ്ങൾ ഉള്ളിലോട്ട് എടുത്തുകൊണ്ടല്ലേ നിങ്ങൾ അത് ബുദ്ധിമുട്ടിക്കണത്. കാരണം എന്താ, നിങ്ങൾ അതിന് അതേപോലെ ഒരു സ്പോഞ്ച് എങ്ങനെ വെള്ളത്തിനെ വലിച്ചെടുക്കുന്നു അതേപോലെ അബ്സോർബ് ചെയ്തെടുക്കുക ചെയ്യാം. പക്ഷെ നിങ്ങൾ ഈ ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റിൽ കാമായിട്ട് മനസ്സുള്ള ആ ഒരു ലൈഫ് ജീവിക്കുന്ന ആളാണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ എടുത്ത് അബ്സോർബിങ് സ്റ്റേറ്റ് ഉള്ളിലോട്ട് എടുക്കൂല. നിങ്ങൾ അതിനെ പകരം ഒബ്സർവ് ചെയ്യും, മാറി നിന്നിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യും. ഓക്കെ ഓക്കെ, ഇവരിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അവരങ്ങനെയൊക്കെ പറയാൻ അവരുടെ തോന്നലാവും, അതിനിപ്പോ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ അല്ലെ? അതുമല്ലെങ്കിൽ അവര് എന്തെങ്കിലും പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ദേഷ്യം വരെ നമുക്ക് സങ്കടം വരെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാരണം അവര് പറഞ്ഞതൊക്കെ അവരെ മനസ്സിലുള്ള കാര്യം. അതിന് നമ്മളെന്തിനാ, നമ്മുടെ ഉള്ളിൽ സത്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ അതേ കാംനെസ് സ്റ്റേറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റ് ആണെങ്കിൽ ഇങ്ങനെ കുറെ ബെനിഫിറ്റ് ഉണ്ട്. സ്ലീപ്പ് നമ്മൾ ബെറ്റർ ആവും, സ്ട്രെസ് ഉണ്ടാവില്ല, ആൻസൈറ്റി ഉണ്ടാവില്ല, ഭയങ്കര കാം ആയിരിക്കും, പീസ്ഫുൾ ആയിരിക്കും, ഭയങ്കര ജോയ് ആയിരിക്കും. ജോയ് ഹാപ്പിനെസ് പറഞ്ഞാൽ മാറ്റുണ്ട്. ഹാപ്പിനെസ് രണ്ടിന്റെ അർത്ഥം സന്തോഷം എന്നാവും വരിക. പക്ഷെ ഹാപ്പിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടണം, ആരെങ്കിലും നല്ലത് പറയണം, ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുതരണം, എന്തെങ്കിലും നല്ലത് നടക്കണം. പക്ഷെ ജോയ് സ്റ്റേറ്റ് ഉണ്ട്, കാരണങ്ങളൊന്നും ഇല്ലാതെ വെറുതെ സന്തോഷിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിലാണ് നമ്മുടെ കുട്ടികളുള്ളത്. അവരെ കണ്ടിട്ടില്ലേ, അവര് വെറുതെ സന്തോഷം കൊണ്ട് ചിരിച്ച് തുള്ളി കഴിച്ച് ചാടി ഇങ്ങനെ നടക്കുന്നുണ്ടാവും. ഒന്ന് വീണാലും അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞാൽ അവർ അതേ ഹാപ്പിനെസ്സിലോട്ട് വരും, മുറിവ് പറ്റിയാലും ഒക്കെ. അതാണ് ജോയ് സ്റ്റേറ്റ്. അപ്പം നമ്മളും ഈ ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റിലോട്ടൊക്കെ വന്ന് ഇത്തരം മെഡിറ്റേഷൻസ് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഹാപ്പിനെസ് എന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ സന്തോഷിക്കുള്ളൂ, ആരെങ്കിലും നല്ലത് പറഞ്ഞാലേ സമാധാനമുള്ളൂ, അതൊക്കെ മാറി ഫുൾ ടൈം ആ ഒരു ജോയ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഒരു കുട്ടിന്റെ മൈൻഡ് സെറ്റ് അതിലോട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റും. അതിലോട്ട് മാറിയാലോ വാട്ട് അതേഴ്സ് തിങ്കിങ് ഉണ്ടാവില്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കും അല്ലെ, ആ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മളൊക്കെ അലട്ടുന്ന കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ക്രിട്ടിസൈസ് ചെയ്യും. എന്ത്, എന്നാലും ഞാൻ എന്നെ കുറിച്ച് അങ്ങനെ ആയില്ലേ, എന്നാലും അവരങ്ങനെ ക്രിറ്റിസിസം കാര്യങ്ങൾ അതൊക്കെ മാറും. കാരണം ഈ ചെറിയ മക്കളിൽ ഇതൊന്നും ഇല്ല. അവര് ജോയ് സ്റ്റേറ്റിലാ, അവരാരെയും കുറിച്ച് കുറ്റം പറയില്ല, കമ്പയർ ചെയ്യൂല അല്ലെ, എന്നെക്കാളും നിറം അവൾക്കുണ്ടല്ലോ, എന്നെക്കാളും പഠിപ്പ് അവൾക്കുണ്ടല്ലോ, അതൊന്നും പറയൂല. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. അപ്പൊ അതിനെ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും നമുക്ക് ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യാണ് ഈ പറഞ്ഞ 2 ടൂൾസ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ഡെയിലി, നമുക്ക് വലിയ ചെലവുള്ള കാര്യമൊന്നുമില്ലല്ലേ, പക്ഷെ അതിന്റെ മാറ്റം എന്ന് പറഞ്ഞാൽ അത്രയും വലുതാണ്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഒരു 90 ഡേയ്സ് ഞാൻ പറഞ്ഞല്ലോ, ഈ മൈൻഡ്ഫുൾ സ്റ്റേറ്റ് നമുക്ക് ലൈഫ് ലോങ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനൊരു ഗൈഡൻസ് ആവശ്യമാണ്. കാരണം ഓരോരുത്തരുടെ ലൈഫിലും പാസ്റ്റിലൊക്കെ പല പല കാര്യങ്ങളാവും കഴിഞ്ഞു പോയിട്ടുണ്ടാവാം. അപ്പൊ നമ്മളൊരു ജിമ്മില് നമ്മൾ ജിമ്മത്തെ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞിട്ട് നമ്മൾ തന്നെ ഒറ്റയ്ക്ക് വന്ന് എക്സസൈസ് ചെയ്താൽ ഇതിനൊരു ഗൈഡൻസ് ഇല്ലല്ലോ. എന്തൊക്കെയോ തോന്നിയ പോലെ നടക്കും, റിസൾട്ട് അങ്ങനെ കിട്ടണം എന്നില്ല. പക്ഷെ ഒരു ഗൈഡൻസിൽ അത് ചെയ്യുമ്പോഴോ നല്ല റിസൾട്ട് ഉണ്ടാവും. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അതേ രീതിയിലോട്ട് നമ്മളെ ബോഡി ആവാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ മൈൻഡാണ് നമ്മളെ മുന്നത്തെ ലൈഫിൽ നടന്ന പല പല കാര്യങ്ങൾ ഉണ്ടാവും, ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് ചില ആഗ്രഹങ്ങൾ വരാനുള്ള കാലത്ത് പല ആളുകൾക്കും ഡിഫറെന്റ് ആയിരിക്കും. ഏത് കരിയറാണ് ചൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ, എന്തൊക്കെയാണ് നടക്കേണ്ടതൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പം അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മൈൻഡ്ഫുൾ സ്റ്റേറ്റ്, ഒരു ഹാപ്പിനെസ് സ്റ്റേറ്റ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നെ ബാധിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മൈൻഡ് വിശാലമാവണം, എക്സ്പാൻഡ് ആവണം, കാംനെസ്, പീസ്, ഹാപ്പിനെസ്, ജോയ് സ്റ്റേറ്റ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, അതിന് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ 90 ഡേയ്സ് ഓഫ് ആ ഒരു ടാസ്കും ടൂൾസ് ഒരു ഗൈഡൻസിൽ ചെയ്ത് പോകണം എന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിലെ കാര്യങ്ങൾ വേറെ സെർച്ച് ചെയ്താൽ വേറെ കാര്യങ്ങൾ കിട്ടാം. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു മൈൻഡ്ഫുൾനെസ് കോച്ച് ആയതുകൊണ്ട് തന്നെ അത് ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്താലും മതി. ഓക്കെ, നിങ്ങൾക്കത് ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 കാര്യങ്ങളാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ഇന്ന് മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് ജസ്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മൈൻഡ് ഫുൾ ആവുക എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ആളുകൾ അവെയർ ആയിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ഒരു സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് പറ്റും എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതൊരു സീരീസ് ആയിട്ടാവും പോവുക. കാരണം ഇതൊരു കടലാണ്, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് എടുത്താൽ ഒന്നും മതിയാവൂല. കുറെ ഇതിനെ കുറിച്ചിട്ട് പഠിക്കണം. മൈൻഡിന്റെ തലങ്ങളിലോട്ട് ഇറങ്ങുമ്പോൾ വീണ്ടും വീണ്ടും ആഴത്തിൽ കുറെ പോകാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സൺഡേ ഇതുപോലെ നൈറ്റ് ഇതിന്റെ ബാക്കി സെഷൻ ഉണ്ടാവും. നിങ്ങൾ അന്ന് ജോയിൻ ആവുക. അതേപോലെ തന്നെ ഇതിന്റെ റെക്കോർഡിംഗ് സെഷൻ ഉണ്ടാവും. നിങ്ങളെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ആർക്കെങ്കിലും ഈ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ
അവരെയും നെക്സ്റ്റ് സെഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. കാരണം നമ്മൾ റെക്കോർഡിങ് കേൾക്കുന്നതും ലൈവായിട്ട് കേൾക്കുന്നതും നല്ല ഡിഫറെന്റ് ആണ്. നിങ്ങൾ ലൈവായിട്ട് കേൾക്കുമ്പോൾ വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ലോ, അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിങ്ങളെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്നെയല്ല. ഞാൻ പോലും നോക്കുന്നത് എന്നെയാണ്. അതേപോലെ നിങ്ങൾ ഓരോരുത്തർ വീഡിയോയിൽ വന്നവരോട് ചോദിച്ചാൽ മതി, അവരെയാണ് ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേൾക്ക്, ഇത് നിന്നോടാണ് പറയുന്നത്, നിനക്ക് ഇങ്ങനെ. അതായത് നമ്മൾ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മളായിട്ട് റിലേറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ, ഞാന് എന്റെ ലൈഫിൽ സംഭവിച്ചതെല്ലാം നല്ല കാരണത്തിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇവരാണ്, ഇന്നലകളിൽ എന്തൊക്കെ സംഭവിച്ചാലും പ്രശ്നമില്ല, ഇതൊക്കെ നല്ലതിനാണ്. അപ്പൊ വീഡിയോയിൽ വരുന്നതിന് ഇവിടെ ഒരു എന്താണ് പറയാ, ഒരു ഹിപ്നോട്ടിസം മോഡിൽ ഇവിടെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്താ പറയാ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യണം. സെൽഫിൽ കുറെ മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതായാലും ടൈം ഇൻവെസ്റ്റ് ചെയ്യില്ലേ, വീഡിയോയിൽ തന്നെ വരാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സെഷനിലും ഇതുപോലെ ഇതിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ നെക്സ്റ്റ് സെഷനിൽ ജോയിൻ ആവാം. അപ്പം എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ ഇനി നിങ്ങളെ ടൈമാണ്. നേരത്തെ കമന്റിൽ പറയാത്ത ആളുകൾക്ക് ഓഡിയോയിൽ പറയണമെന്നുണ്ടെങ്കിൽ അത് പറയാം, വീഡിയോയിൽ വരണമെന്നുണ്ടെങ്കിൽ വരാം. നിങ്ങളെ കമന്റ്സും ഫീഡ്ബാക്കും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ, ഹലോ ആമി, പറയൂ. അസ്സലാമലൈക്കും. വാലേക്കും ആ, സലാം. ഷാന, ഞാൻ ഒരുപാട് ദിവസം ഇങ്ങനെ പറയും സെഷൻ കിട്ടണമല്ലോ. വലൈക്കും അസ്സലാം. വർക്കിങ്ങും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട്, തിരക്കും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട്, അപ്പൊ ഇന്നലെ ഞാൻ വിചാരിച്ചു പഠിച്ചോനെ സെഷൻ കിട്ടൂലേ. അപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടിയും മിന്നായതുകൊണ്ട് സെഷൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, എന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. കാരണം അത് നിങ്ങൾ എല്ലാവരുടെയൊക്കെ എത്തിക്കട്ടെ. എന്നെ കണ്ടിന്യൂ ഇതാക്കിയൊന്നും അറിയില്ല. ഞാൻ ആമിന, കണ്ണൂർ മാട്ടൂലാണ്. അപ്പോ എന്റെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടായിരുന്നു, ഒന്നോ രണ്ടോ അല്ല. ഇന്നിപ്പോ ഷഹല പറഞ്ഞതുപോലെ ടീം മെമ്പേഴ്സിനെ വീഡിയോ മോഡിലേക്ക് കാണുന്നില്ല. അപ്പോ ഞാനും ശ്രദ്ധിച്ചു, ആകെ 3 ആൾക്കാർ മാത്രമേ വീഡിയോയിലുള്ളൂ, ബാക്കിയെല്ലാ ആൾക്കാർ എവിടെ പോയി ഇന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മളെ ഒന്ന് നോക്കിയിരിക്കുമ്പോൾ അതിന്റെ പറഞ്ഞൊരു ഭംഗിയാണ്. കാരണം അതെന്താണ് ഏതാണെന്നല്ല, അത് നമ്മൾ നോക്കിയിരുന്നതിന് അത് മനസ്സിലാവും. അപ്പൊ എത്രമാത്രം നമ്മൾ ഇഷ്ടപ്പെടുമ്പോഴാണ് നമ്മളെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. കാരണം ഇന്ന് ഞാൻ ഒരു ഗൈഡൻസ് ആണ്, ഒരുപാട് ടീം മെമ്പേഴ്സിന് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. എന്റെ വണ്ടർഫുൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ ആദ്യം ഒരു ഒന്നിലും ഒരു മൂടില്ലാത്തൊരു പെൺകുട്ടിയാണ്. അതായത് എല്ലാത്തിനും ഒരു സാഡ്നെസ്, ഞാൻ എന്നെ തന്നെ പരാതി പറയും, അങ്ങനെ ഇതാക്കിയ ടൈമിങ്ങിലാണ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഗൈഡിന്റെ മെന്റീന്റെ ഇതിലായിട്ട് ഞാൻ ജോയിൻ ചെയ്തത്. അഫ്സിന മാമാണ് എന്റെ ആദ്യത്തെ ഗുരു. ആ ഗുരു മുതലാണ് ഞാൻ 1 ഇയറിന്റെ ഉള്ളിൽ 14 കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഇന്ന് ഞാൻ എന്റെ സെൽഫിന് കൊടുക്കുന്നത് 1.5 വർഷത്തിന്റെ പ്രാക്ടീസ്. അതായത് 1.5 വർഷം. അപ്പൊ ആ 1.5 വർഷം നമ്മളത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇടയിൽ ഒരുപാട് മിസ്റ്റേക്സ് വരും. അപ്പൊ നമ്മൾ മിസ്റ്റേക്സ് വരുമ്പോൾ നമ്മൾ തന്നെ അതിനെ തിരുത്തി നമ്മളത് എടുക്കണം. ഷഹല പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ട്, ഇവരെന്തീ പറയുന്നത്, ഗ്രാറ്റിറ്റ്യൂഡ് എന്താ, ഫോർഗീവ്നെസ് എന്താ. അപ്പൊ ആദ്യത്തിലും എനിക്കും ഒരു ചെറിയൊരു ഡൗട്ട് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിട്ടില്ല. ആ സമയത്ത് മാം പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ ആമിക്ക് നല്ല മൈൻഡിൽ നല്ല റിലാക്സേഷൻ. ആ 1.5 കൊല്ലത്തിൽ ഇന്നും ഞാൻ മെഡിറ്റേഷൻ കേൾക്കും. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് മെഡിറ്റേഷനാണ്. കാരണം മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ പല അസുഖങ്ങളും നമ്മൾ മറികടക്കാൻ പറ്റും. നമ്മുടെ ഇടയിലുള്ള പെൺകുട്ടികൾക്ക് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരുപാട് ആൾക്കാരോട് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, എന്നെ വിടോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ്. പക്ഷെ ഇന്ന് അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. അതുപോലെ ഞാനും നിങ്ങളോട് പറയുന്ന വെച്ചാല്, എന്തായാലും ഷഹലന്റെ സെഷൻസ് എന്തായാലും എടുക്കണം. കാരണം 90 ദിവസം ചലഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വേണ്ടിയിട്ടാണ്, നമ്മൾക്കൊരു വിജയത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ്, ഷഹലായാലും മൈൻഡ് കോച്ച് ആകുന്നുണ്ടെങ്കിൽ അതിലൊരുപാട് നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാനായാലും ഫുൾ ടൈം എഴുതല, റൈറ്റിംഗ്. ഒരു 30 നോട്ടോളം ഈ 1.5 വർഷത്തിനുള്ളിൽ തീർന്നിട്ടുണ്ട്. 30 നോട്ട് 30 പെന്നും ഞാൻ ഇന്നും എന്റെ ഏട്ടൻ ഡോക്സിൽ ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എന്താ, നോട്ട് തീർന്നതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല. കാരണം ഞാൻ മാറിയത് കൊണ്ട് വളരെയധികം എനിക്ക് ഹാപ്പി ഉണ്ട്. അതുകൊണ്ട് എന്താണ് ഇവരെ സെഷനിൽ എന്തായാലും ജോയിൻ ചെയ്യാം, 100% ഞാൻ പറയാം. കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അത്രയും നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഒരുപാട് ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും അറ്റൻഡ് ചെയ്യാം. കാരണം എന്റേത് പറയണമെങ്കിൽ ഒരുപാടുണ്ട്, അത് തീരൊന്നും ചെയ്യൂല.
ഓക്കെ, അപ്പൊ നമ്മൾ അറിയൂ നമുക്ക് രക്ഷപ്പെടാൻ കഴിയോ, ലൈഫിൽ രക്ഷപ്പെടാൻ കഴിയോ, അങ്ങനെ ചിന്തിക്കുന്ന പെൺകുട്ടികൾ നമ്മുടെ ഇടയിലുണ്ടാവും. പക്ഷെ നമ്മളെ ലൈഫിൽ രക്ഷപ്പെടണമെങ്കിൽ കുറച്ച് നമ്മൾ എഫേർട്ട് എടുത്താൽ മതി. ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ എടുത്തു, മാനിഫെസ്റ്റേഷൻ എടുത്തു, ലൂസിഡ് ഡ്രീമിംഗ് എടുത്തു, പാരന്റിക് സെഷൻ എടുത്തു. അപ്പൊ അങ്ങനെ എടുക്കണമെങ്കിൽ അതൊക്കെ നമ്മൾ ഉള്ളിന്റെ ഉള്ളിലെ കഴിവുകളും ഉണ്ടാവും. ഷാല എപ്പോഴും പറയും നമ്മുടെ ഉള്ളിലാണ് നമ്മളെ കഴിവ് കിടക്കുന്നത്, അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിന്റെ പുറത്തേക്കുള്ള എഫേർട്ട് വരുന്നത്. അതുകൊണ്ട് ടീം മെമ്പേഴ്സ് ഒരു കാര്യം ചെയ്യാം, ഈ സെഷൻ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞാൽ ലൈഫിൽ എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ട്. കാരണം ഇപ്പൊ ഞാൻ 14 ഇതാക്കി 15 ഞാൻ കോഴ്സിലേക്ക് എൻട്രി ചെയ്തു. അപ്പൊ ചിന്തിച്ചോക്കെ, നമ്മൾ വീണ്ടും 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 ആ ഒരു ചലഞ്ചിങ് ആ. കാരണം നമ്മളത് മത്സരിക്കണം, നമ്മളെ സെൽഫിന് അത്രയും നമ്മൾ പൊരുതണം, പൊരുതി 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 നമ്മൾ ജയിക്കണം. ഓക്കെ, അപ്പോ ടൈമിങ് എനിക്ക് മാത്രമല്ല സംസാരിക്കേണ്ട സെഷൻ, നിങ്ങൾക്കും കൂടി സംസാരിക്കേണ്ടതാണ്. ഇനിയും നിങ്ങൾ ഓരോ ടൈമിങ്ങിൽ വീഡിയോ മോഡിലേക്ക് മാക്സിമം നിങ്ങൾ വരാൻ നോക്കുക. കാരണം വീഡിയോ മോഡിൽ അപ്പിയറൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം ഹാപ്പി ആവും. മണി മാഗ്നറ്റ് പഠിച്ചു, മൈൻഡിനെ ഡീപ്പായിട്ട് പഠിച്ചു, അങ്ങനെ ഒട്ടനവധി ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഇതൊക്കെ എനിക്ക് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പൊ പരാതികളില്ല, ഒന്നുമില്ല. കിട്ടിയ അനുഗ്രഹത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാ, മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ആമി. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാല് മൈൻഡ് ഈസ് യുവർ ഓൺലി ലിമിറ്റ് അല്ലെ. നമ്മൾ പറയും സ്കൈ ആണ് ലിമിറ്റ്, ആകാശം ഒന്നൊരു ലിമിറ്റ്, മൈൻഡ് തന്നെയാണ് നമ്മുടെ ലിമിറ്റ്. താങ്ക് യു സോ മച്ച് ആമി. ഇനി കുറെ സക്സസ് കാര്യങ്ങളൊക്കെ ലൈഫിൽ ഉണ്ടാകട്ടെ. ഓക്കെ, ഇനി ഇനി ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് ഉള്ള ടൈമാണ് കേട്ടോ. ഫിയർ ബ്രേക്ക് ചെയ്യാനുള്ള ആൾക്കാരൊക്കെ, കുറെ ആൾക്കാർ ഫിയർ ഇങ്ങനെ ബ്രേക്ക് ആവാറുണ്ട്. സംസാരിക്കാൻ പേടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിങ്ങനെ പറയുന്നുണ്ടാവും സംസാരിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ആക്ഷൻ എടുക്കുക. ഒന്നും നോക്കരുത്. ഒരു തവണ നിങ്ങൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പേടി പോകും. ഇവിടുത്തെ പേടി മാത്രമല്ല പോവാ, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ജോബ് ചെയ്യുന്നിടത്തായിക്കോട്ടെ, എവിടെയെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ആളുകളായിട്ട് ഇടപഴകാനും കമ്മ്യൂണിക്കേഷൻ ഒക്കെ പേടിയുണ്ടെങ്കിൽ ഒറ്റയടിക്ക് പോകും. അതിന് മൈൻഡ് ഇങ്ങനെ പറയണം, പറയും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനുള്ള ചാൻസ് അവിടെ ആരെയും ജഡ്ജ് ചെയ്യൂല. ഓക്കെ, അപ്പൊ നിങ്ങൾക്കായിട്ട് വിട്ടു തരാണ് ഈ ഒരു ടൈം. അപ്പൊ നെക്സ്റ്റ് ആരാണ്? Good evening. Thank you so much. കേൾക്കണ്ടോ? ഹലോ, കേൾക്കണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഹലോ, കേൾക്കുന്നുണ്ട് മാം. കേൾക്കാനുണ്ടോ? ഉണ്ട് കേൾക്കുന്നുണ്ട്. ഹലോ ഫഹിമ മാം, കേൾക്കുന്നുണ്ട് കേട്ടോ, ഓഡിബിൾ ആണ്. ഹലോ, ഇപ്പൊ കേൾക്കാനുണ്ടോ? ഉണ്ട് കേൾക്കുന്നുണ്ട്. പതിവ് പോലെ നോൺ സ്റ്റോപ്പ് വിസിറ്റൻസ് ആയിരുന്നു ഷെഹ്ലയുടെ. കുറെ കാലമായിട്ട് ഷെഹ്ലയുടെ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഷെഹ്ല അങ്ങനെ സെഷൻസ് വയ്ക്കാറില്ലായിരുന്നു. കുറെ കാലം ഷെഹ്ലയുടെ കൂടെ ഉള്ള ജേണിയുടെ എക്സ്പീരിയൻസ് കൊണ്ട് കുറെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് എന്റെ കുറെ കോഴ്സിലൊന്നും പങ്കെടുത്തിട്ട് ഇത് ആവാത്ത കുറെ കാര്യങ്ങൾ ഷെഹ്ലയുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ സെഷൻ അറ്റൻഡ് ചെയ്തപ്പോ ഒരു സീരീസ് ഓഫ് ഒരു 21 days 10 daysോ എനിക്ക് ഓർമ്മയില്ല എത്ര ഡേയ്സ് ആയിരുന്നു ഷെഹ്ല അത്. 3 days ലൈവ് സെഷനും 21 ഫോളോ അപ്പും. അപ്പൊ എനിക്ക് കുറേ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം അതിൽ കുറെ കാലമായിട്ട് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറെ കാര്യങ്ങള് എനിക്ക് അപ്പൊ ഞാൻ വിചാരിക്കണ അത് ഓരോരുത്തരുടെ ഒരു കൈപ്പുണ്യം എന്ന് പറയില്ലേ, ആ ഒരു കൈപ്പുണ്യം നന്നായിട്ടുണ്ട് ഷെഹ്ലക്ക്. അപ്പൊ അതിന്റെ കൂടി നന്ദി. ഞാൻ ഇവിടെ അന്നൊന്നും ഞാൻ ഷെയർ ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ പിന്നീട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറെ കുഞ്ഞു കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കുറെ കുഞ്ഞു അതിനേക്കാൾ കൂടുതൽ കുറെ വീണ്ടും ചെറിയ കാര്യങ്ങളിൽ എനിക്ക് അതൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. പിന്നെ ഇന്നത്തെ അഗാധമായിട്ടുള്ള കുറെ വിസ്റ്റംസിനും ഒരുപാട് നന്ദി. ഷെഹ്ല കൂടുതൽ പഴയതിനേക്കാൾ കൂടുതൽ എനർജറ്റിക് ആയിട്ടുണ്ട്, കൂടുതൽ ക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫഹിമ മാം. ആക്ച്വലി നമ്മള് ഇതിന്റെ മുന്നേ
സീരീസ് ആയിട്ട് ഫ്രീ സെഷൻസ് നടത്താറുണ്ടായിരുന്നു. ഒരു ഏകദേശം 8 വീക്കോളം നടത്തിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര ബിസി ആയി പോയതുകൊണ്ട് തന്നെ ഇങ്ങനെ ടൈം ആക്ച്വലി ഫ്രീ സെഷന് വേണ്ടിയിട്ട് കിട്ടാറില്ല. പക്ഷെ നമ്മൾ ഇനി മുതൽ ഈ ഒരു വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് മാക്സിമം ഉപയോഗപ്പെടുത്തുക. നിങ്ങളെ സെൽഫിൽ നമ്മളിപ്പം ഇവിടെ ഇരിക്കുന്ന കുറച്ച് സമയം ആയേക്കാം, പക്ഷെ അതിൽ നിന്ന് കേൾക്കുന്ന ചില വിസ്റ്റംസ് ആയിരിക്കും ചില സമയങ്ങൾ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇനി ആരെങ്കിലും ഉണ്ടോ? അസ്സലാമലൈക്കും. വലൈക്കും സലാം. ക്ലാസ് അല്ല, അടിപൊളിയായി. ഒരു കാര്യം ആ ആ, ഓക്കെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞത് ചെറിയ മാറ്റങ്ങൾ പക്ഷെ വലിയ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു കേൾക്കാനുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. കേൾക്കാനുണ്ടോ ശൈല? യെസ്, കേൾക്കുന്നുണ്ട്. കേൾക്കാനുണ്ട്. ഞാൻ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ എന്താ അറിയോ, ചെ- ഓക്കെ, ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ നമുക്ക് തോന്നും, പക്ഷെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ചെറിയ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, എക്സസൈസ് ചെയ്യാൻ എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ 2-3 വർഷമായിട്ട് ഞാൻ അതിന് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടായിരുന്നു, കൺസിസ്റ്റൻസി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു 3-4 മാസം സെഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരിക്കലും എക്സസൈസ് മുടക്കിയിട്ടില്ല. അത് വലിയൊരു നേട്ടമായിട്ട്. അതുപോലുള്ള വലിയ വലിയ മാറ്റങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങളാണ് തോന്നുന്ന വലിയ മാറ്റങ്ങൾ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, മാഷാഅല്ലാ, ഗ്രേറ്റ്. ഫഹീമ മാം വന്ന് സെഷന്റെ മുന്നേ തുടങ്ങുന്ന സമയത്ത് ഒരു ഇഷ്യൂ ഫേസ് ചെയ്യണ എന്താ ചോദിച്ചപ്പോ മാം പറഞ്ഞത് എനിക്ക് എക്സസൈസ് കൺസിസ്റ്റന്റ് ആക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു. അതിന് റിസൾട്ട് കിട്ടിയെന്ന് കേട്ടപ്പോ സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പം ഇനി ഐഫോൺ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. അസ്സലാമലൈക്കും വറഹ്മത്തുള്ള. വലൈക്കും സലാം. എൻ്റെ പേര് ഫാഹിമ. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വലൈക്കും സലാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലൈവ് സെഷനും ഇങ്ങനെ അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് അറിയില്ല ഇത് എത്ര ദിവസത്തെ ക്ലാസ് ആണ്, ഒന്ന് പറയോ? എങ്ങനെയാണ്? എനിക്കൊന്നും ഇത് ഒരു നമ്മൾ ഐഡിയ കിട്ടിയിട്ടില്ല. ആക്ച്വലി ഫ്രീ സെഷൻ ആയിട്ട് വീക്കിലി നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം ഇനി അടുത്ത ആ വീക്ക് ഉണ്ടാവും. ആ, പക്ഷെ മാമിന്റെ അടുത്ത് ഞാനൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. മാം പേഴ്സണൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആളില്ല. അതെ 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 അതെ. പേഴ്സണൽ കോച്ചിങ് മാം റെഡി ആണെന്നുണ്ടെങ്കിൽ ആ സമയം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 15 ആ സിറ്റിംഗ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ ആ തന്നെ 3 മന്ത് ഫോളോ അപ്പ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 90 ഡേയ്സ് എന്നുള്ളത്. അപ്പം അത് ആ നമ്മളിപ്പോ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുക, നമ്മളെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി ഒരു പ്ലാൻ റെഡിയാക്കി തരും. എന്നിട്ട് നമ്മളെ കൂടെ എന്നത് വർക്ക്ഔട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു 15 ഡേയ്സ് ലൈവ് സെഷനും പിന്നെ നിങ്ങളെ കൂടെ നിന്നിട്ട് ഈ ഒരു 3 മാസത്തോളം നിങ്ങളെ കൂടെ തന്നെ ഡെയിലി ഇത് ചെയ്യിപ്പിക്കുക, അതിന്റെ ഫീഡ്ബാക്ക് എടുപ്പിക്കുക. അത് ഗ്രൂപ്പ് ആയിട്ടാണ് അല്ലെ പേഴ്സണൽ ആയിട്ട്? ഗ്രൂപ്പും ഉണ്ട്, പേഴ്സണലും ഉണ്ട്. മാമിന് ഏതാണ് കംഫർട്ട് അത് ചൂസ് ചെയ്യാം കേട്ടോ. ഹാ. ഓക്കെ ഓക്കെ. അപ്പൊ പാരന്റിങ് അതൊക്കെ അതില് ഉണ്ട്, ഇൻക്ലൂഡ് അതിൽ ആണ്? പാരന്റിങ്, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, വെൽത്ത്, കരിയർ, ലൈഫിന്റെ എല്ലാ മേഖലകളും അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ഓക്കെ. ആ 3 മന്തിലെ ഇതില്. അതെ അതെ. ഓ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മളെ 100 ഡേ കംപ്ലീറ്റ് ആക്കി, മിനിയാന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് 2 ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട് ലൈവില്. അപ്പൊ ഞാൻ കുറച്ചു നേരം അവർക്ക് കൊടുക്കാണ്. റെയ്ഹാന മാം, നിങ്ങളൊരു 100 ഡേന്റെ, അതായത് ആളിപ്പോ വീഡിയോയിൽ വന്നിരിക്കുന്നുണ്ടല്ലോ, അതന്നെ അതിന്റെ വലിയ സെലീന മാം പറഞ്ഞിരുന്നല്ലോ, അൺമ്യൂട്ട് ആക്കിയിരുന്നല്ലോ. പിന്നെ അപ്പോഴത്തേനും ഞാൻ ചാടി കയറിയതുകൊണ്ട് അവരൊക്കെ ഫസ്റ്റ് സെലീന മാം, അത് കഴിഞ്ഞിട്ട് റെയ്ഹാന മാം. രണ്ടാളും ഇപ്പൊ 100 ഡേ ഒക്കെ കംപ്ലീറ്റ് ആക്കി. ഞങ്ങൾക്ക് ഇനി നിർത്താൻ പറ്റില്ല. ഇന്ന് 102ാമത്തെ ഡേ ആണ്. അവർക്ക് ഇനിയും തുടരണോ? ഇത് നിർത്തിയാൽ ഇതൊക്കെ പോകോന്ന് വിചാരിച്ചിട്ട് അവരിപ്പോഴും ഭയങ്കര കൺസിസ്റ്റന്റിൽ ഡെഡിക്കേഷൻ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സെലീന മാം. എന്താ ഇപ്പൊ പറയാം. അസ്സലാമലൈക്കും. ഇന്നത്തെ ക്ലാസ്സിന്ന് കുറച്ചും കൂടി കൂടുതൽ അറിവുകളും തിരിച്ചറിവുകളും കിട്ടി. പിന്നെ ചെയ്ത ഓക്കെ, പറഞ്ഞോളൂ. ഇന്നത്തെ ആ സമയത്ത് എനിക്ക് ചാറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഫസ്റ്റത്തെ ബ്രീത്തിന്റെ സമയത്ത് ഫുള്ളായിട്ടും ബ്രീത്ത് തന്നെ ആയിരുന്നു. കംപ്ലീറ്റ് ലോകം തന്നെ മറന്നുപോയി. സന്തോഷത്തിന്റെ സമയത്തും അങ്ങനെ തന്നെ ഫുള്ളി ആ ഹാപ്പിനെസ് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റി. പിന്നെ ഫഹീമ മാം ചോദിച്ചില്ലേ, ഷൈല മാമിനെ കാണില്ല. ഞങ്ങളെ കൂടെ ആയിരുന്നു ഫഹീമ മാം, ഞങ്ങളെ കൂടെ ആയിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ വിടലുണ്ടായിരുന്നില്ല.
അങ്ങനെ അന്ന് പറഞ്ഞില്ല കൂടെ കൂടിക്കോന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് വന്നു. അന്നത്തെ ഞാനല്ല ഇപ്പൊ. 100 ഡേയ്സിന് മുമ്പ് വീഡിയോയിൽ വരാത്ത, സംസാരിക്കാൻ കഴിയാത്ത അങ്ങനത്തെ ഒരാളായിരുന്നു. അന്ന് നിങ്ങളൊക്കെ പറഞ്ഞു തന്നില്ലേ, അതേപോലെ തന്നെ ഇപ്പൊ ആയി. അൽഹംദുലില്ലാ. ഇനിയിപ്പം ഒരു ഫസ്റ്റ് തുടക്കത്തിൽ ആമി മാം പറഞ്ഞില്ലേ, അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടോ. താങ്ക് യു ആമി മാം. കാരണം എന്താ വെച്ചാല് 1.5 വർഷമായിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്ത് മുതൽ 1.5 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങൾ 100 ഡേയ്സ് ഒന്നും അല്ല എന്നുള്ളത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ഫുള്ളായിട്ടും ഡെയിലി ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ശൈലാമ്മ പറഞ്ഞ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ച ക്ലാസ്സുകൾ തന്നെയാണ്. അപ്പൊ ഇനി അറിയാത്തവർക്ക് ഞങ്ങൾ ചെയ്ത അനുഭവം പറയണേ. ഞാൻ വെറും പരാതികളും സങ്കടങ്ങളും വിഷമങ്ങളും മാത്രം ചിന്തിച്ച് ആ വഴി മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു സങ്കടവും വിഷമങ്ങളും ആണ് ശരിക്ക് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു അനുഗ്രഹമായതും ഈ ഒരു ക്ലാസ്സിൽ കയറാൻ കഴിഞ്ഞതും ഇത്രയും കാര്യങ്ങൾ എനിക്ക് അനുഭവിച്ച് എനിക്ക് മാറാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ ഇപ്പൊ വിചാരിക്കണേ. സങ്കടങ്ങൾ കുറച്ചൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ പോസിറ്റീവായി കണ്ട് ആ രീതിയിൽ കൊണ്ടുപോകുന്നു. ഉള്ളതെല്ലാം അനുഗ്രഹങ്ങളായി കണ്ട് കൊണ്ടുപോകുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ടൂൾസും കംപ്ലീറ്റ് കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പം എനിക്ക് എല്ലാ തരത്തിലും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ എനിക്ക് സ്വയം തന്നെ അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് ഈ കോഴ്സിന്റെ കാര്യം എന്ന് പറയുന്നത്. കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മാറ്റങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാവില്ല. ഇപ്പൊ ഈ ക്ലാസ് നിന്ന് മാത്രമായാലും നമുക്ക് മനസ്സിലാവില്ല. കാരണം ഷൈല മാമിന്റെ ക്ലാസ് ഞാൻ ആദ്യം കേട്ടതാണ്. ആദ്യം കേട്ടപ്പോൾ എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. വേറെ നമ്മൾ കുറെ ഇതേപോലെയുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേട്ടതാണ്. പക്ഷെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യം, കറക്റ്റ് ആയിട്ട് ഒരു ഗൈഡ് നമ്മളെ കൂടെ വേണം. ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അതേപോലെ മുന്നോട്ട് പോയി നമുക്ക് ലൈഫിൽ ശരിക്കും ആ ട്രാൻസ്ഫോർമേഷനും ചേഞ്ചും വരുത്താൻ വേണ്ടി തന്നെ പറ്റുള്ളൂ. അങ്ങനെയാണ് എന്റെ അനുഭവം ഞാൻ പറയുന്നത്. അപ്പം എല്ലാവർക്കും ഫഹിമ മാം, ഷൈല മാം, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു. അൽഹംദുലില്ലാ ഇങ്ങനെ ആയതിന്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതൊന്നും പറഞ്ഞു പറയിപ്പിക്കല്ല കേട്ടോ. ഇതൊക്കെ ഇവരുടെ ലൈഫിൽ ഉണ്ടായ സക്സസ് ആണ്. അപ്പൊ അവർക്ക് കൊടുക്കുന്ന റിവാർഡാണിത്. നമ്മുടെ സെഷൻസിലൊക്കെ അവർക്ക് ഒരു സക്സസ് ജേർണി പറയാനുള്ള ഒരു ചാൻസ് എന്ന് പറയാം. അപ്പൊ അതൊക്കെ അവർ നേടിയെടുത്തിട്ടുള്ളതാണ്. പെട്ടെന്നുണ്ടായ ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ നമ്മൾ മോട്ടിവേഷൻ നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ടാവാം, സമാധാനിപ്പിക്കൽ ഒരുപാട് നടക്കുന്നുണ്ടാവാം. പക്ഷെ അതൊന്നും ലൈഫിൽ പെർമനന്റ് ആയിട്ട് മാറ്റം ഉണ്ടാക്കില്ല. മാറ്റം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മനസ്സിനെ മാറ്റാൻ വേണ്ടി റെഡി ആവണം. പ്രശ്നങ്ങളല്ല നിങ്ങൾ മാറ്റാൻ വേണ്ടി നോക്കണ്ടേ, മനസ്സിനെ മാറ്റാൻ വേണ്ടി നോക്കിയാല് പ്രശ്നങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി സോൾവ് ആവും. ലൈഫും ഭയങ്കര സെറ്റ് ആവും എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി റെയ്ഹാന മാം. ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിവിടെ എത്താൻ കാരണക്കാരായത് ഫഹിമാമാണ്. പറഞ്ഞോളൂ. ഫഹിമാമ ഉണ്ടല്ലോ അല്ലെ ഗ്രൂപ്പില്? ആ ഉണ്ട്, ഇവിടെ ഉണ്ട്, ആളിവിടെ ഉണ്ട്. അപ്പൊ എന്താ ഞാൻ റേഞ്ച് പോയിട്ടുണ്ടായിരുന്നോ? എന്താ പറഞ്ഞത് കേട്ടില്ല. അല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടോ ചോദിച്ചതാ. ഓക്കെ. മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ശരിയാക്ക്. ഓക്കെ, പറഞ്ഞോളൂ. ഞാനിപ്പോ ഇവിടെ എത്താൻ കാരണക്കാരായത് ഫഹിമാമയാണ് അറിയാം. അതെ. ഓക്കെ. താങ്ക് യു. ഇപ്പോ ഒരുപാട് ടെൻഷനൊക്കെ മറികടക്കാൻ പറ്റി. ഫസ്റ്റില് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തപ്പോ എനിക്കൊന്നല്ലായിരുന്നു. ഇപ്പൊ എന്റെ മൈൻഡൊക്കെ ആകെ മാറിയിട്ടുണ്ട്. പിന്നെ ഓരോ ഫസ്റ്റ് സെൽഫിനെ സ്നേഹിക്കാൻ പഠിച്ചു. പിന്നെ എന്ത് നമ്മൾ പ്രശ്നങ്ങൾ വന്നാലും അതിജീവിക്കാൻ പഠിച്ചു. പിന്നെ മോന്റെ കാര്യത്തില് നല്ല ഇതായിട്ടാണല്ലോ ഫഹിമാനെ പരിചയപ്പെട്ടത്, മോനിലൂടെയാണല്ലോ. ഹലോ, കേൾക്കണുണ്ടോ? അതെ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അങ്ങനെ എനിക്ക് ഇന്നെ തന്നെ ഞാൻ എന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധ കൊടുക്കാറില്ല. അങ്ങനെ ഒരു വീട്ടുജോലി അങ്ങനെ ആയിട്ടുള്ള ഒരു ഇത്. ഇപ്പൊ ഷൈല മാമിന്റെ ഈ 100 ഈ ടൂൾസുകളൊക്കെ ചെയ്തിട്ട് ഇനിയിൽ ഒരുപാട് മാറ്റം വന്നു. ഞാൻ ഇങ്ങനെ തുറന്ന് സംസാരിക്കണ ഒരു ഇതൊന്നും എനിക്കുണ്ടായിരുന്നില്ല. വീഡിയോ മോഡിൽ ഇരിക്കൂല, ഒരു വോയിസ് വിടൂല, അങ്ങനത്തെ ഒക്കെ ഒരു
പ്രകൃതമായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിനൊക്കെ ഒരു ചേഞ്ച് വന്നു. അൽഹംദുലില്ലാ. ഇങ്ങനെ ഈ ക്ലാസ് തുടർന്നുകൊണ്ട് ഇങ്ങനെ പോവാനും ആഗ്രഹമുണ്ട്. ഇപ്പൊ ലൈഫിൽ ഓരോ ദിവസം സൈലാമാമിന്റെ ഈ ടൂൾസുകൾ ചെയ്താലുള്ളൂ ഒരു സമാധാനം വരുള്ളൂ. അങ്ങനെയാണ് ഇത് മെഡിറ്റേഷനും അഫർമേഷനും ഫോർഗീനേഴ്സും അങ്ങനെ ഓരോ ടാസ്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചെയ്താലുള്ളൂ എനിക്കൊരു സമാധാനം വരുന്നത്. അതിലൂടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പൊ പിന്നെ ഈ പറയുന്ന ഫഹിമാമും ഉണ്ട്. ഓരോരു നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഫഹിമാമും കുറെ കാര്യങ്ങൾ പറഞ്ഞു തരും. അതും അതും ഉണ്ടാതിരിക്കാണ്. അതിനും കുറെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള അമ്മമാർക്കേ ക്ലാസ് എടുത്തിരുന്നുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ. എന്തായാലും ചേരാത്തവരൊക്കെ ഈ ഗ്രൂപ്പിൽ ചേരുക. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ആരും മിസ്സാക്കരുത്. പറയണമെങ്കിൽ ഒരുപാടുണ്ട്. ഒന്നിപ്പോ ഓർമ്മയിൽ വരുന്നില്ല. കുറെ കാര്യങ്ങളുണ്ട്. സ്വയത്തെ മനസ്സിലാക്കാണ് ഫസ്റ്റ്. ഓരോരോ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തലാണല്ലോ ഓരോ കാര്യങ്ങളും പറഞ്ഞു. പക്ഷെ നമ്മളിൽ അനുഗ്രഹങ്ങളൊന്നും കാണാതെ, ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ, മറ്റുള്ള ഇതില്ല ഇല്ല എന്നുള്ള അതിന്ന് മാറി അൽഹംദുലില്ലാ എനിക്ക് എല്ലാം ഉണ്ട് എന്നുള്ള ഒരു മൈൻഡ് വന്നു. ഇല്ല അങ്ങനെ ഒരുപാട് പറയണ്ട്. ടൈം ചെയ്യൂലേ? സോ മച്ച് റെയ്ഹാന മാം. ആളിപ്പോ ഈ ഫ്ലോയില് സംസാരിക്കണ്ടല്ലോ, അപ്പൊ വന്നാന്ന് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. ലൈഫിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ഇവിടുന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് പങ്കുവെക്കാറുണ്ട്. അപ്പം അതൊക്കെ വലിയൊരു ഗ്രേറ്റ് ചേഞ്ച് തന്നെയാണ്. സോ മച്ച്. ഇനിയും കുറെ ചേഞ്ചസും ഗോൾസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യട്ടെ. Okay. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറയട്ടോ. ഫീഡ്ബാക്സ് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ. പിന്നെ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലിങ്ക് കിട്ടിയിട്ടുള്ളത് അവരെ ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ തരൂട്ടോ. ഓക്കെ. പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി 9 മണി വരെയാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. പക്ഷെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സാരല്ല, ഫസ്റ്റ് ഡേ ആണല്ലോ. നമുക്ക് അടുത്ത വീക്ക് ടൈമൊക്കെ ഭയങ്കര സെറ്റ് ആയിട്ട് 8 to 9 ഉള്ളിൽ തന്നെ കൺക്ലൂഡ് ചെയ്യണം. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. എനിവൺ? അപ്പോൾ ആരും ഇല്ലാന്ന് വിചാരിക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ പറയണമെന്നുണ്ടെങ്കിൽ പേഴ്സണലി കണക്ട് ചെയ്യണം. ഫീഡ്ബാക്ക് പറയണം, ഡൗട്ട് പറയണം, ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ പേഴ്സണലി കണക്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇന്നത്തെ സെഷൻ അത്രയ്ക്കേ ഉള്ളൂ. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മുടെ സെൽഫിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വെറുതാവില്ല. ലോകത്ത് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടല്ലേ. നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ടും ഫാമിലിക്ക് വേണ്ടിയിട്ടും എല്ലാം ഇൻവെസ്റ്റ് ചെയ്യും. അതൊക്കെ വേണം. പക്ഷെ നമ്മുടെ സ്വയത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വെറുതാവില്ല. അത് ഇരട്ടിയായിട്ട് നമ്മളിൽ നിന്ന് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ മാറുമ്പം നമ്മളെ ചുറ്റിലുള്ളവരും മാറുന്നതായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത്തരം മാജിക്സ് ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. നെക്സ്റ്റ് സൺഡേ ആയിരിക്കും. സാറ്റർഡേ അല്ല, സൺഡേ ആയിരിക്കും. അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സും ലിങ്കും ഒക്കെ ഗ്രൂപ്പിൽ അയക്കുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിലോട്ട് ഈ ഒരു 3 സെഷൻ സീരീസിലോട്ട് ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കോഴ്സിലോട്ട് ജോയിൻ ആവണം. പേഴ്സണൽ കോച്ചിങ്, ഗ്രൂപ്പ് കോച്ചിങ് എല്ലാം ഉണ്ട്. നിങ്ങളെ കംഫർട്ടിനനുസരിച്ചിട്ടാവും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വരാം. ഓൺലൈൻ ആയിട്ടായിരിക്കും. അപ്പൊ അതിനും വേണമെന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യണം. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്.